ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ എക്സാം മറ്റന്നാൾ നടക്കാൻ പോകുന്ന എക്സാമിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള വെബിനാർ സീരീസ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം 5 എപ്പിസോഡ്സ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടവരാണെങ്കിൽ കുഴപ്പമില്ല. ഇനി അല്ലാതെ ആരെങ്കിലും ഏതെങ്കിലും എപ്പിസോഡ്സ് മിസ്സായിട്ടുണ്ടെങ്കിൽ യു ക്യാൻ വാച്ച് ദാറ്റ് വീഡിയോസ് ഇൻ ദിസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരുന്ന എക്സാമുകൾക്കും നിങ്ങൾക്ക് ഇതുപോലെയുള്ള സെഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സസും മുതലായ കാര്യങ്ങൾ കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതിൻ്റെ ബാക്കിയാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ സീരീസിലേക്ക് കടക്കുകയാണ്. സോ ഇനി വൺ മോർ ഡേ മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ, ആൻഡ് ദാറ്റ് വിൽ ബി ദ ക്രൂഷ്യൽ ഡേ. അന്ന് മാക്സിമം നോക്കുക, അതായത് ഒരുപാട് സ്ട്രെയിൻ ഒന്നും എടുക്കാതെ മാക്സിമം കാര്യങ്ങൾ നോക്കി വെക്കാൻ നോക്കുക. അതായത് ഒരുപാട് സ്ട്രെയിൻ ഒന്നും വേണ്ട, നമുക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം നോക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. സോ എല്ലാവരും ആ ഒരു പേസോട് കൂടി തന്നെ പഠിക്കുക. ഗുഡ് ഈവനിങ് ഓൾ. ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ദ സെഷൻ. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യല്ലേ? പിച്ച് ലൈൻ, ഗേജ് ലെങ്ത്, യെസ് അതാണ് പിച്ച് ലൈൻ. ഗേജ് ലെങ്ത് ഒക്കെ കൂടെ കണക്ട് ചെയ്യുന്ന പിച്ച് ലൈൻ, തിരിച്ചുള്ളത് ഗേജ് ലൈൻ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം ജെൽ സ്പേസ് റേഷ്യോയുടെ ഒരു ക്വസ്റ്റ്യൻ വിട്ടിരുന്നു, അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പം ഹായ് ഓൾ ആൻഡ് വെൽക്കം ടു ദ സെഷൻ. ഓക്കെ, അപ്പം നമുക്ക് ജെൽ സ്പേസ് റേഷ്യോ ഫോർ കോൺക്രീറ്റ് സാമ്പിൾ ഇസ് ഗിവൺ ആസ് 0.589. വാട്ട് ഇസ് ദ തിയറട്ടിക്കൽ സ്ട്രെങ്ത് ഇൻ ന്യൂട്ടൺ പെർ mm സ്ക്വയർ ഓഫ് ദാറ്റ് കോൺക്രീറ്റ് സാമ്പിൾ? ജെൽ സ്പേസ് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തിയറട്ടിക്കൽ സ്ട്രെങ്ത് എത്രയാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്ത് ജെൽ സ്പേസ് റേഷ്യോ എന്താണെന്ന് അറിയണം. ജെൽ സ്പേസ് റേഷ്യോയും ഇവിടെ ആൻസർ ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ഏതായാലും നോക്കാം. നമുക്ക് അതിന്റെ തിയറി ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് തിയറട്ടിക്കൽ സ്ട്രെങ്ത്തും ജെൽ സ്പേസ് റേഷ്യോയും കണക്ട് ചെയ്തൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ബിഫോർ ദാറ്റ് എന്താണ് ജെൽ സ്പേസ് റേഷ്യോ എന്ന് അറിയണം. നമുക്ക് അബ്രാംസ് ലോ അറിയാം. നമ്മൾ വാട്ടർ സിമെന്റ് റേഷ്യോയും വർക്കബിലിറ്റിയും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ. ശരിക്കും പിന്നീട് അങ്ങോട്ട് പഠനങ്ങൾ തെളിയിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്രാംസ് ലോ അത്ര വാലിഡ് എന്നല്ല, അത്ര റിലയബിൾ അല്ല. അബ്രാംസ് ലോവിനേക്കാളും കുറച്ചും കൂടി ഒരു പുതിയ കൺസെപ്റ്റ് ആണ് ഈ ഒരു ജെൽ സ്പേസ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ അബ്രാംസ് ലോ ഒന്ന് മാറ്റി മറിച്ച് കൊണ്ടുവന്ന ഒരു കൺസെപ്റ്റ് ആണ് ജെൽ സ്പേസ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ജെൽ സ്പേസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ സിമെന്റ് പേസ്റ്റ് ഹൈഡ്രേറ്റ് ചെയ്യുമല്ലോ. സിമെന്റ് പേസ്റ്റ് ഓഫ് കോഴ്സ് സിമെന്റും വാട്ടറോട് റിയാക്ട് ചെയ്ത് ഹൈഡ്രേഷൻ സംഭവിക്കും. അപ്പൊ ഈ ഹൈഡ്രേറ്റഡ് സിമെന്റ് പേസ്റ്റിന്റെ വോളിയം ഇതിന്റെ റേഷ്യോ ടു ദ സം ഓഫ് വോളിയം ടു ദ ഹൈഡ്രേറ്റഡ് സിമെന്റ്. അതായത് ഈ ഹൈഡ്രേറ്റഡ് സിമെന്റ് പേസ്റ്റിന്റെയും അതുപോലെ തന്നെ ആ ഒരു ഹൈഡ്രേറ്റഡ് ഈ ഹൈഡ്രേറ്റഡ് സിമെന്റ് പേസ്റ്റ്, അതായത് പേസ്റ്റ് ഫോം ചെയ്തൊരു ജെല്ലുണ്ടാവും. ആ ജെല്ലിന്റെ വോളിയം, അതായത് നമുക്ക് നമ്മുടെ സിമെന്റും വാട്ടറോടെ ചേർന്ന് ഉണ്ടാകുന്ന ആ ഒരു ജെല്ലും ആ ജെല്ലിന്റെ വോളിയത്തിന്റെ ഡിവൈഡഡ് ബൈ സ്പേസ് അവൈലബിൾ. ഈ ഒരു ജെല്ല് ഇരിക്കാൻ വേണ്ടി എത്ര സ്പേസ് അവൈലബിൾ ആണ്, അതിനെയാണ് നമ്മൾ ജെൽ സ്പേസ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ജെൽ സ്പേസ് റേഷ്യോ പേരിൽ തന്നെ ഉണ്ട്. ന്യൂമറേറ്ററിൽ ജെല്ല് വരും, വോളിയം ഓഫ് ജെല്ല് ഡിവൈഡഡ് ബൈ ആ സ്പേസ്, എത്ര സ്പേസ് അവൈലബിൾ ആണ്, അതിനെയാണ് നമ്മൾ ജെൽ സ്പേസ് റേഷ്യോ എന്ന് പറയും. ഓക്കെ, അപ്പം നമുക്ക് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ അബ്രാംസ് ലോ അത്ര വാലിഡ് അല്ല. നമ്മൾ റിസർച്ച് ഒക്കെ നടത്തിയിട്ട് അത് ലോ ആയിട്ട് ഒരിക്കലും പ്രപ്പോസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് വാട്ടർ സിമെന്റ് റേഷ്യോനെയും സ്ട്രെങ്ത്തിനെയും കൂടെ കണക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതലായി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ജെൽ സ്പേസ് റേഷ്യോ ആണ്. സോ നമുക്ക് സ്ട്രെങ്ത്തും ജെൽ സ്പേസ് റേഷ്യോയും കൂടെ കണക്ട് ചെയ്ത റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 240 ഇൻറ്റു ജെൽ സ്പേസ് ദ ഹോൾ ക്യൂബ് ആണ്. അതായത് തിയറട്ടിക്കൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 240 ഇൻറ്റു ജെൽ സ്പേസ് ദ ഹോൾ ക്യൂബ് ആണ്. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മുടെ നേരത്തെ ക്വസ്റ്റ്യൻ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് തിയറട്ടിക്കൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കണം, ജെൽ സ്പേസ് റേഷ്യോ നമുക്ക് ഗിവൺ ആണ്. അങ്ങനെയാണെങ്കിൽ തിയറട്ടിക്കൽ സ്ട്രെങ്ത് ഇസ് ഈക്വൽ ടു 240 ഇൻറ്റു ജെൽ സ്പേസ് റേഷ്യോ ദ ഹോൾ ക്യൂബ് ആണ്. സോ ഇക്വേഷൻ ഓർത്ത് നോക്കാം. നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെൽ സ്പേസ് റേഷ്യോ ഫോർ കോൺക്രീറ്റ് സാമ്പിൾ ഇസ് ഗിവൺ ആസ് 0.589. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, 240 ഇൻറ്റു 0.589 ദ ഹോൾ ക്യൂബ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് ജെൽ സ്പേസ് റേഷ്യോ കിട്ടും. സോ ചെയ്തിട്ട് ആൻസർ പറയൂ.
ഓപ്ഷൻ എ 49.04 ആണ് നമുക്ക് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, 49.04 കറക്റ്റ് കിട്ടും. പിന്നീട് ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ, ഇഫ് യു ഫീൽ ദാറ്റ് ദിസ് സെഷൻ ഇസ് യൂസ്ഫുൾ ഫോർ യു, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ തിയറട്ടിക്കൽ സ്ട്രെങ്ത് നമുക്ക് ഇതുപോലെ ജെൽ സ്പേസ് റേഷ്യോ തന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഇസ് ഇറ്റ് ക്ലിയർ? ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവുന്നില്ല, ജസ്റ്റ് ആ ഒരു റിലേഷൻഷിപ്പ് പറഞ്ഞാൽ മാത്രം മതി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which of the following expression represents the relative compaction of soil where variables have their standard meanings? അതായത് റിലേറ്റീവ് കോമ്പാക്ഷൻ ഓഫ് സോയിലിന്റെ എക്സ്പ്രഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. വേരിയബിൾസിനെല്ലാം അതിന്റെ സ്റ്റാൻഡേർഡ് മീനിങ് തന്നെയാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എക്സ്പ്രഷൻ ടു ഫൈൻഡ് ഔട്ട് ദ റിലേറ്റീവ് കോമ്പാക്ഷൻ ഓഫ് സോയിൽ? റിലേറ്റീവ് കോമ്പാക്ഷൻ ഓഫ് സോയിൽ കണ്ടുപിടിക്കാനുള്ള റിലേഷൻഷിപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. R is equal to ഗാമ സിഗ്മ ഫീൽഡ് ഡിവൈഡഡ് ബൈ ഗാമ സിഗ്മ മാക്സ് ഓഫ് ലാബ് ഇൻറ്റു 100. അതുപോലെ തന്നെ അത് തിരിച്ചു തന്നിരിക്കുന്നു 1 മൈനസ് ഗാമ. ഇത് നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ്, സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ പറയാൻ പറ്റുന്നതാണ്. റിലേറ്റീവ് കോമ്പാക്ഷൻ ഓഫ് സോയിൽ ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഇസ് എക്സ്പ്രഷൻ? എസ്, ഇറ്റ് ഇസ് ഓപ്ഷൻ എ, ഗാമ സിഗ്മ ഫീൽഡ് ബൈ ഗാമ സിഗ്മ മാക്സിമം ഓഫ് ലാബ് ഇൻറ്റു 100. അതാണ് നമ്മുടെ എന്ത് റിലേറ്റീവ് കോമ്പാക്ഷൻ ഓഫ് സോയിൽ കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഫ്ലോ ഇൻ എ ചാനൽ ഇസ് ലാമിനാർ ആൻഡ് റെയ്നോൾഡ്സ് നമ്പർ ഇസ് ഗിവൺ ബൈ 1200. വാട്ട് ഇസ് എ ഫ്രിക്ഷൻ ഫാക്ടർ ഫോർ ദ ചാനൽ? ഒരു ചാനലിലുള്ള ഫ്ലോ ലാമിനാർ ആണ്, അവിടുത്തെ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1200 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് എ ഫ്രിക്ഷൻ ഫാക്ടർ? ഫ്രിക്ഷൻ ഫാക്ടർ എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 0.001, 008, 0.023, 0.053. യെസ്, 0.053. എങ്ങനെയാണ് കിട്ടിയത്? ആർ ഈസ് ഈക്വൽ ടു നമുക്ക് ലാമിനാർ ഫ്ലോ ആയതുകൊണ്ട്, സോറി, ഫ്രിക്ഷൻ ഫാക്ടർ ഇസ് ഈക്വൽ ടു, നമുക്ക് സിൻസ് ഇറ്റ് ഇസ് എ ലാമിനാർ ഫ്ലോ യു ക്യാൻ യൂസ് എ റിലേഷൻ 64 ബൈ ആർ ഇ, ദാറ്റ് ഇസ് 64 ബൈ 1200 വരും. യെസ്, ലാമിനാർ ഫ്ലോയ്ക്ക് 64 ബൈ ആർ ഇ റിലേഷൻഷിപ്പ് എടുത്താൽ മതി. എത്ര ഓപ്ഷൻ ഡി കിട്ടും അല്ലെ? 0.053 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫ്ലാൻസ് സ്പ്ലൈസ് ഇൻ എ പ്ലേറ്റ് ഗിർഡർ ഇസ് സബ്ജക്റ്റഡ് ടു. അതായത് നമ്മുടെ ഫ്ലാൻസ് സ്പ്ലൈസ് ഉണ്ടല്ലോ, പ്ലേറ്റ് ഗിർഡറിൽ നമ്മൾ കൊടുക്കുന്ന ഫ്ലാൻസ് സ്പ്ലൈസ് ഏത് ഫോഴ്സിനാണ് വിധേയമായിരിക്കുന്നത്? യെസ്, 0.316 RE raised to 1/4 for turbulent flow. യെസ്, നേരത്തെ ക്വസ്റ്റ്യന് ലാമിനാർ ഫ്ലോ ആയിരുന്നു നമുക്ക് തന്നിരുന്നത്. ഇഫ് ഇറ്റ് വാസ് ടർബുലന്റ് ഫ്ലോ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറും? 0.316 ബൈ RE raised to 1/4. അതും കൂടി ഒന്ന് അറിഞ്ഞിരുന്നോളൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ പറയൂ. പ്ലേറ്റ് ഗിർഡറിലുള്ള ഫ്ലാൻസ് സ്പ്ലൈസ് സബ്ജക്റ്റഡ് ടു ആക്സിയൽ ഫോഴ്സ്, ഷിയർ ആൻഡ് ആക്സിയൽ ഫോഴ്സ്, bending moment and axial force, shear force and bending moment. ഫ്ലാൻസ് സ്പ്ലൈസിനാണ് ചോദിക്കുന്നത്. So what will be the answer? ഓപ്ഷൻ എ, ആക്സിയൽ ഫോഴ്സ് ഉള്ളി. ആക്സിയൽ ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. കുറച്ച് പേരൊക്കെ ആൻസർ പറയുന്നുണ്ട്, കുറേ ആൾക്കാരും വേറെയാണ് പറയുന്നത്. ഓപ്ഷൻ എ, ആക്സിയൽ ഫോഴ്സ് ഉള്ളി. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
Which of the following test measures the toughness of the road aggregate? Road aggregateന്റെ toughness measure ചെയ്യുന്ന ടെസ്റ്റ് ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ ക്രഷിംഗ് സ്ട്രെങ്ത് ടെസ്റ്റ്, ഓപ്ഷൻ ബി അബ്രേഷൻ ടെസ്റ്റ്, ഓപ്ഷൻ സി ഇമ്പാക്ട് ടെസ്റ്റ്, ഓപ്ഷൻ ഡി ഷേപ്പ് ടെസ്റ്റ്. വേഗം വേഗം ആൻസർ പറഞ്ഞോളൂ. ടഫ്നെസ് മെഷർ ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? യെസ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ. ടഫ്നെസ് ഇസ് മെഷർഡ് ബൈ ഇമ്പാക്ട് ടെസ്റ്റ്. ഓപ്ഷൻ സി ഇമ്പാക്ട് ടെസ്റ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലോസ് ഏഞ്ചൽസ് ടെസ്റ്റിംഗ് മെഷീൻ ഇസ് യൂസ് ഫോർ കണ്ടക്ടിങ്. ലോസ് ഏഞ്ചൽസ് ടെസ്റ്റിംഗ് മെഷീൻ നമ്മൾ എന്ത് കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കുന്നത്? ക്രഷിംഗ് സ്ട്രെങ്ത്, അബ്രേഷൻ ടെസ്റ്റ്, ഇമ്പാക്ട് ടെസ്റ്റ്, ഷേപ്പ് ടെസ്റ്റ്. പേരിനകത്ത് തന്നെ നമ്മൾ ലോസ് ഏഞ്ചൽസ് വേറൊരു പേരും കൂടെ വെച്ചിട്ടാണ് പറയുന്നത്, അബ്രേഷൻ ടെസ്റ്റ്. യെസ്, ഇറ്റ് ഇസ് ഓപ്ഷൻ ബി, അബ്രേഷൻ ടെസ്റ്റ് ആണ്. ലോസ് ഏഞ്ചൽസ് അബ്രേഷൻ ടെസ്റ്റിംഗ് മെഷീൻ എന്നാണ് പറയാറ് തന്നെ. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. Next question. If aggregate impact value is between 20 to 30%, then it is classified as. Aggregate impact value ഈ 20ക്കും 30ക്കും ഇടയ്ക്ക് വന്നാൽ then it is classified as exceptionally strong, strong, satisfactorily for road surfacing, unsuitable for road surfacing. ഹാർഡ്നെസ് തന്നെയാണ് അട്രേഷൻ ഒക്കെ. ഡേവൽസ് അട്രേഷൻ ടെസ്റ്റിംഗ് മെഷീൻ, ഡോറീസ് അബ്രേഷൻ ടെസ്റ്റിംഗ് മെഷീൻ, അബ്രേഷൻ്റെ ഒക്കെ. സി, സാറ്റിസ്ഫാക്ടറിലി ഫോർ റോഡ് സർഫസിങ്. യെസ്, കറക്റ്റ് ആണ്. നമുക്ക് സാറ്റിസ്ഫാക്ടറി ഫോർ റോഡ് സർഫസിങ് എന്ന് പറയാൻ പറ്റും ഇഫ് അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂ ഇസ് ഇൻ ബിറ്റ്വീൻ 20 and 30%. Okay, option C. Next question. The maximum allowable Los Angeles abrasion value for high quality surface course. High quality surface course-ന് allowable ആയിട്ടുള്ള maximum value of abrasion value by Los Angeles test. Yes, 30%. Option C, 30% correct answer ആണ്. ഇതൊക്കെ ഡി ഒക്കെ ആരാ പറയുന്നത്? 45 അല്ല 30. സർഫസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഹൈ ക്വാളിറ്റി സർഫസ് കോഴ്സിന് 30% ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. The percentage of free carbon in bitumen is more than that in tar, less than that in tar, equal to that in tar, none of these. The percentage of free carbon in bitumen. ബിറ്റുമനിലുള്ള ഫ്രീ കാർബൺ. യെസ്, ഓപ്ഷൻ ബി, ലെസ് ദാൻ ദാറ്റ് ഇൻ ടാർ. ടാറിനുള്ളതിനേക്കാളും കുറവായിരിക്കും പെർസെൻറ്റേജ് ഫ്രീ കാർബൺ ബിറ്റുമനിലുള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലോവസ്റ്റ് വിസ്കോസിറ്റി ടാറസ്. ടാറിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് RT1, RT2, RT3, RT4 അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കുറവ് വിസ്കോസിറ്റി ഉള്ള ടാർ ഏതാണ്? യെസ്, RT1 ആണ് ഏറ്റവും കുറവ് വിസ്കോസിറ്റി ഉള്ളത്. നമ്പർ കൂടുന്നതിനനുസരിച്ച് വിസ്കോസിറ്റി വ്യത്യാസം വരും. സോ ഓപ്ഷൻ എ, RT1 is the lowest viscosity tar. Next question. The recommended grade of tar for grouting purposes. Grouting purpose-ന് നമ്മൾ ഉപയോഗിക്കുന്ന ടാറിന്റെ ഗ്രേഡ് ഏതാണ്? RT1, 2, 3, 4, 5 ഏതാണ് ഉപയോഗിക്കുന്നത് for grouting purposes? ഓപ്ഷൻ ഡി, RT5 ആണ് നമ്മൾ ഉപയോഗിക്കാറ് ഗ്രൗട്ടിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്. RT1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? കോൾഡ് വെതർ കണ്ടീഷനിൽ സർഫസ് ഡ്രസ്സിങ്ങിനാണ് ഉപയോഗിക്കുക RT1 എന്ന് പറഞ്ഞാൽ. ഡ്രസ്സിംഗ് under cold weather conditions.
ഓക്കെ, RT1 എന്ന് പറയുന്നത് സർഫസ് ഡ്രസ്സിംഗ് അണ്ടർ കോൾഡ് വെതർ കണ്ടീഷൻസ് ആണ്. ഇനി RT2 ആണെങ്കിലും ഇറ്റ് ഇസ് ആക്ച്വലി യൂസ് ഫോർ എന്തിന് തന്നെയാണ്, സർഫസ് ഡ്രസ്സിങ്ങിന് തന്നെയാണ് ഉപയോഗിക്കുന്നത്, പക്ഷെ നോർമൽ കണ്ടീഷൻസിൽ. അണ്ടർ നോർമൽ കണ്ടീഷൻസ്, നോർമൽ കണ്ടീഷൻസിലാണ് RT2 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ സർഫസ് പെയിന്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത് RT3 ആണ്. ആൻഡ് RT5 എന്ന് പറയുന്ന ഗ്രൗട്ടിംഗ് പർപ്പസ്. അതിനകത്ത് ഒരാളും കൂടെ ഉണ്ട്, RT4 കൂടെ ഉണ്ട്, അത് ഓപ്ഷനിലില്ല. നമ്മൾ ശരിക്കും എന്താ പറയാ, ടാർ മെക്കാഡത്തിനൊക്കെ, പ്രീമിക്സ് ടാർ മെക്കാഡത്തിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അങ്ങനെ ചോദിക്കാറില്ല. ടാർ മെക്കാഡം ബേസ് കോഴ്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. ടാർ മെക്കാഡത്തിൽ RT4. യെസ്, RT2 നമ്മൾ നോർമൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ കണ്ടീഷൻസിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന RT2 ആണ്. അതും ചോദിക്കാറുള്ളതാണ് കേട്ടോ. Next question, California bearing ratio is a measure of soil strength, measure of soil identification, measure to indicate the relative strength of paving materials, measure of shear strength under lateral confinement. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെസ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. മെഷർ ടു ഇൻഡിക്കേറ്റ് ദ റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് പേയ്മെന്റ് മെറ്റീരിയൽസ്. നമ്മൾ ആക്ച്വലി CBR വാല്യൂ കണ്ടുപിടിക്കുന്ന ഓരോ പേയ്മെന്റ് മെറ്റീരിയലിന്റെയും, അതായത് ഓരോ ലെയർ എടുത്തിട്ടാണ് നമ്മൾ ആക്ച്വലി കണ്ടുപിടിക്കുന്നത് CBR വാല്യൂ. അപ്പോൾ CBR വാല്യൂ നമുക്ക് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് പേവിംഗ്, ഇൻഡിക്കേറ്റ്സ് എ റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് പേവിംഗ് മെറ്റീരിയൽസ്. പേവിംഗ് മെറ്റീരിയൽസിന്റെ റിലേറ്റീവ് സ്ട്രെങ്ത് ആണ് നമുക്ക് കാലിഫോർണിയ ബെയറിംഗ് റേഷ്യോ വഴി കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് കാലിഫോർണിയ ബെയറിംഗ് റേഷ്യോ നമ്മൾ CBR ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ 2 പെനട്രേഷൻ, അതായത് 2.5 mm 5 mm പെനട്രേഷൻ ഉപയോഗിക്കാറുണ്ട്. അതിന്റെ സ്റ്റാൻഡേർഡ് ലോഡ് വാല്യൂസ് ഒന്ന് ഓർത്ത് നോക്കുക. 2.5 mm നമ്മൾ 1370 kg, 5 mm 2055 kg ആണ് കേട്ടോ. 1370 2055 ആണ് സ്റ്റാൻഡേർഡ് ലോഡ് ഇൻ kg. ഇതിൽ നമ്മൾ ഏതാണ് CBR വാല്യൂ ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത്? 2.5 mm പെനട്രേഷൻ ആണോ 5 mm പെനട്രേഷൻ ആണോ ഉപയോഗിക്കുന്നത്? അതും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. രണ്ടെണ്ണം തന്നിട്ട് ഏതാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ചോദിക്കാം. യെസ്, 2.5 mm പെനട്രേഷന്റെ വാല്യൂ ആണ് നമ്മൾ CBR വാല്യൂ ആയിട്ട് ഫൈനലൈസ് ചെയ്ത് എടുക്കുന്നത്. യെസ്, കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ സ്റ്റാൻഡേർഡ്സ് ഫോർ ടെസ്റ്റിംഗ് ഓഫ് റോഡ് മെക്കാഡം ഇൻ അഗ്രിഗേറ്റ് ഇമ്പാക്ട് ടെസ്റ്റ്. അഗ്രിഗേറ്റ് ഇമ്പാക്ട് ടെസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സ്റ്റാൻഡേർഡ് ആണ്. എത്ര വെയിറ്റ് ആണ്, എത്ര ഹൈറ്റ് ഡ്രോപ്പ് ആണ്, എത്ര നമ്പർ ഓഫ് ബ്ലോസ് ആണ്. പ്രോബ്ലം ആയിട്ടൊന്നും ചോദിക്കത്തില്ല, എന്നാലും സ്റ്റാൻഡേർഡ് ലോഡിന്റെ വാല്യൂ ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം. പ്രോബ്ലം ആയിട്ടൊന്നും ചോദിക്കത്തില്ല. എന്താണ് കറക്റ്റ് ആൻസർ വരിക? 14 kg വെയിറ്റ്, 38 cm ഡ്രോപ്പ് ആൻഡ് 15 ബ്ലോസ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അഗ്രിഗേറ്റ് ഇമ്പാക്ട് ടെസ്റ്റിനകത്ത് ശരിക്കും 13.5 to 14 kg എന്നുള്ളതാണ് കറക്റ്റ്. പക്ഷെ നമുക്ക് ഇവിടെ ഓപ്ഷനിൽ 14 kg എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. 15 നമ്പർ ഓഫ് ബ്ലോസ്, 38 cm ഹൈറ്റ് ഡ്രോപ്പിൽ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഡി അല്ല, 38 cm ആണ്, 20 ബ്ലോസ് അല്ല, 15 ബ്ലോസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ട്രാഫിക് വോളിയം ഓഫ് എ റോഡ്വേ ഇസ് ഡിഫൈൻഡ് ആസ് എ മൾട്ടിപ്ലിക്കേഷൻ ഓഫ്. ട്രാഫിക് വോളിയം എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ പ്രോഡക്റ്റ് ആണ്? Traffic volume of a roadway is defined as a product of speed and time headway, speed and distance headway, traffic density and speed, time headway and distance headway. Yes, option C ആണ്, density into speed ആണ് നമുക്ക് traffic volume എന്ന് പറയുന്നത്.
Option C. Next question, the maximum super elevation to be provided on a road curve is 1 in 15. So maximum കൊടുക്കേണ്ട super elevation value തന്നിട്ടുണ്ട് 1 in 15 ആണ്. The rate of change of super elevation is specified as 1 in 120 and the road width is 10 meter. Then the minimum length of the transition curve on either end will be. Transition curve length കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് മാക്സിമം സൂപ്പർ എലിവേഷൻ കൊടുക്കേണ്ടത് 1 in 15 ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സൂപ്പർ എലിവേഷൻ 1 in 120 ആണ്. റോഡ് വിഡ്ത്ത് 10 മീറ്റർ ആണ്. ദെൻ ദ മിനിമം ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ്. സോ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എഴുതാം. ക്യാപിറ്റൽ N എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? ഇറ്റ് ഇസ് ഗിവൺ ആസ് 120. അതുപോലെ തന്നെ ഇയുടെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? 1 in 15 ആണ് അല്ലേ? സോ 1/15 ആണ്. ദെൻ റോഡ് വിഡ്ത്തിന്റെ വാല്യൂ എത്രയാണ് നമുക്ക് തന്നേക്കുന്നത്? 10 മീറ്റർ ആണ് തന്നേക്കുന്നത്. നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് ആണ് കണ്ടുപിടിക്കുന്നത്. 80 കറക്റ്റ് ആൻസർ ആണ്. എൽ ഓഫ് ട്രാൻസിഷൻ കർവ് ഇസ് ഈക്വൽ ടു EWN. ഇയുടെ വാല്യൂ 1/15 ഇൻറ്റു ഡബ്ല്യുവിൻ്റെ വാല്യൂ 10 N 120. So we'll get the length of transition curve as 80 meter. എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒരു കാര്യമേ ഉള്ളൂ, ഈ മാത്രം 1 ആയിട്ട് എടുക്കുക. ക്യാപിറ്റൽ N അതുപോലെ ഇടുക 1 ക്വസ്റ്റിന് തന്നാൽ. ഓക്കെ, 80 മീറ്റർ ആണ് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇതൊക്കെ വരാൻ സാധ്യതയുള്ളതാ കേട്ടോ. പ്ലെയിൻ ഓർ മൗണ്ടൻ സ്പെസിഫിക് അല്ലെങ്കിൽ ഇക്വേഷൻ ഡിഫറെൻ്റ് അല്ലേ? ഇക്വേഷൻ ഡിഫറെൻ്റ് ആണ്. ആ ഒരു കണ്ടീഷൻ പറഞ്ഞില്ലെങ്കിൽ ഇക്വേഷൻ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്താ റൊട്ടേഷൻ്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. ഫ്രം ഇൻറ്റീരിയർ എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുള്ളതാ പറഞ്ഞു. നമ്മുടെ നോർമലുള്ള കണ്ടീഷൻ എടുത്ത് ചെയ്ത് വെക്കാന്നുള്ളതേ ഉള്ളൂ. അത്രയും നമ്മൾ ഡീപ്പിൽ ക്വസ്റ്റ്യൻ ഇപ്പം നമുക്ക് ഇതിപ്പം IASന്റെ ക്വസ്റ്റ്യൻ ആണ് അവരിട്ടപ്പം അവരും അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. നമ്മൾ PSCക്കും ചിലപ്പം ഇത് തന്നെ ആയിരിക്കും റിപ്പീറ്റ് ചെയ്ത് വരാൻ പോകുന്നത്. അപ്പം റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവരും അത് നോക്കത്തില്ല, ആ ക്വസ്റ്റ്യൻ അതുപോലെ എടുത്തിടും. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. നമ്മൾ അത്രയും ഇരുന്ന് ചിലപ്പം നോർമലി ഒരു കാൻഡിഡേറ്റ് എനിക്ക് തോന്നുന്നില്ല ഇത്രയും ചിന്തിക്കുന്നു. പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത്രയും എഴുതും. ചിലപ്പോൾ നമ്മൾ കൂടുതൽ പഠിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഇത്രയും ചിന്തിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഓപ്ഷനിലും ഇതേ കാണും, ചിലപ്പോൾ ഓപ്ഷനിൽ മറ്റേ ആൻസറും കാണാം. ഇതിന്റെ ഓപ്ഷൻസ് വേണമെങ്കിൽ ഞാൻ പറയാം. 180 മീറ്റർ, 125 മീറ്റർ, 80 മീറ്റർ, 30 മീറ്റർ എന്നാണ് ഓപ്ഷൻസ്. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ യു ക്യാൻ ടേക്ക് ആസ് പ്ലെയിൻ. എക്സ്ട്രാ വൈഡനിങ് റോഡ് വിഡ്ത്ത് നമുക്കിവിടെ റോഡ് വിഡ്ത്ത് 10 മീറ്ററിനെ പറഞ്ഞിട്ടുള്ളൂ. അത് വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എക്സ്ട്രാ വൈഡനിങ്ങിന്റെ കാര്യങ്ങളൊന്നും നമുക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷനകത്ത് E ഇൻറ്റു W പ്ലസ് ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ വൈഡനിങ് ഇൻറ്റു N ഇതാണ് ഇക്വേഷൻ ആക്ച്വലി. ഇതിനകത്ത് എക്സ്ട്രാ വൈഡനിങ്ങിന്റെ കാര്യമൊന്നും ക്വസ്റ്റിനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. സോ അൺലെസ് ആൻഡ് അൺടിൽ അത് പറയാത്ത സ്ഥിതിക്ക് നമ്മൾ എക്സ്ട്രാ വൈഡനിങ് എടുക്കേണ്ട ആവശ്യമില്ല. എക്സ്ട്രാ വൈഡനിങ് കൂടെ കൺസിഡർ ചെയ്യണം. സ്പീഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ മേ ബി നമുക്ക് നമ്മുടെ എക്സ്ട്രാ വൈഡനിങ് NL²/R പ്ലസ് V/9.5√R എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കും. NL²/2R വെച്ചിട്ട് വേണേൽ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ ഇതിനകത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ജസ്റ്റ് വിഡ്ത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇക്വേഷൻ ആസ് സച്ച് നമ്മളിപ്പോൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ട് ആ ഇക്വേഷൻ ആസ് സച്ച് തന്നെ ഉപയോഗിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്കൊരു ക്വസ്റ്റ്യനകത്ത് വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇക്വേഷൻ മോഡിഫൈ ചെയ്തും ആൻസർ ചെയ്യേണ്ടി വരും. അത്രയും കടന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആക്ച്വലി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സമ്മിറ്റ് കർവ് ഇസ് ഫോംഡ് അറ്റ് ദ ഇന്റർസെക്ഷൻ ഓഫ് എ 3% അപ്പ് ഗ്രേഡിയൻ ആൻഡ് 5% ഡൗൺ ഗ്രേഡിയൻ ടു പ്രൊവൈഡ് എ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഓഫ് 128 മീറ്റർ. ദ ലെങ്ത് ഓഫ് സമ്മിറ്റ് കർവ് നീഡഡ് വിൽ ബി. സമ്മിറ്റ് കർവിന്റെ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു അപ്പ് ഗ്രേഡിയന്റ് ഡൗൺ ഗ്രേഡിയന്റുമായിട്ട് മീറ്റ് ചെയ്യുകയാണ്. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് 128 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് സമ്മിറ്റ് കർവിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ലെങ്ത് ഓഫ് സമ്മിറ്റ് കർവ്
is equal to എന്താണ് നമ്മുടെ ഇക്വേഷൻ n² by 4.4. വാട്ട് ഇസ് n? ക്യാപിറ്റൽ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്രേഡിയന്റിന്റെ ഡിഫറൻസ് ആണ് n1 മൈനസ് n2 വിത്ത് സൈൻ വേണം ഓഫ് 3% അപ്ഗ്രേഡിയന്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ 3/100 and 5% down gradient minus 5/100. So you'll get 8/100.08 n കിട്ടി. ഇനി L കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ you will get 0.08 into 128 square divided by 4.4. Yes, 298 വരും. 298 meter. ആ ഒരു ട്രാൻസിഷൻ കർവിന്റെ നമ്മുടെ സബ്മിറ്റ് കർവിന്റെ വാലി കർവിന്റെ ലെങ്ത്തിന്റെ മീൻസ് സബ്മിറ്റ് കർവിന്റെ ലെങ്ത്തിന്റെ ഡിഫറെന്റ് ക്രൈറ്റീരിയാസ് പറയണോ ഒന്ന്? ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് വരുന്ന കേസൊക്കെ ഒന്ന് പറയണോ? ഒന്നോ രണ്ടോ പേരെ ആൻസർ പറഞ്ഞിട്ടുള്ളൂ. എന്താ ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ അതോ? യെസ്, നോക്കാം നമുക്ക്. അപ്പം സബ്മിറ്റ് കർവിന്റെ ലെങ്ത്തിനെ പറ്റി ഒന്ന് നോക്കാം കേട്ടോ. സോ ഇതെല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ വി വിൽ ഗോ ടു ദ എക്സ്പ്ലനേഷൻ ഓഫ് ദാറ്റ്. അതിലേക്ക് പോവാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് സബ്മിറ്റ് കർവ് നോക്കാം കേട്ടോ. ഫസ്റ്റ് വി ആർ സ്പീക്കിംഗ് അബൌട്ട് ദ സബ്മിറ്റ് കർവ്. സബ്മിറ്റ് കർവിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് വെച്ചിട്ടും ലെങ്ത് പറയാൻ പറ്റും, ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് വെച്ചിട്ടും ലെങ്ത് പറയാൻ പറ്റും. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഏതാണോ മെൻഷൻ ചെയ്തിരിക്കുന്നത് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കേസാണുള്ളത്. ഒന്ന് SSD ഉണ്ട്, അതുപോലെ അടുത്തത് നമുക്ക് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് അഥവാ OSD ഉണ്ട്. ഇത് രണ്ടിന്റെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. നമ്മൾ രണ്ട് കണ്ടീഷൻസ് ആണ് എടുക്കുന്നത്. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വെൻ ദ ലെങ്ത് ഓഫ് ദ കർവ് ഇസ് ഗ്രേറ്റർ ദാൻ സൈഡ് ഡിസ്റ്റൻസ്. അത് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണെങ്കിലും സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണെങ്കിലും ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ലെങ്ത് കൂടുതലാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലെങ്ത് ഇസ് ഈക്വൽ ടു n² by 4.4. നമ്മളിപ്പോൾ പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, ഇനി ഇഫ് ഇറ്റ് ഇസ് given in the question as overtaking side distance ആണെങ്കിൽ n² by 9.6. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ട് ഇക്വേഷൻസ്. അത് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണോ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണോ തന്നിരിക്കുന്നത് എന്നുള്ളത് വെച്ചിട്ടാണ്. ഇവിടെ S എന്ന് പറയുന്ന ഈ കേസിൽ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസും ഈ കേസിൽ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസും ആണ്. സോ രണ്ട് കേസ് പറഞ്ഞു. ഒന്ന് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഉപയോഗിക്കുമ്പോൾ 4.4ഉം രണ്ടാമത്തത് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ 9.6ഉം ആണ്. ഓക്കെ, ഇനി നേരെ തിരിച്ച് ഇത് ഫസ്റ്റ് കേസ് ആണ്. സെക്കൻഡ് കേസ് ആണ്, അതായത് ലെങ്ത് ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് ലെങ്ത് ഇസ് ഈക്വൽ ടു എന്ത് പറയാം? 2s minus 4.4 divided by n. ഓക്കെ, ഈ കേസ് ചോദിക്കാൻ ഭയങ്കര സാധ്യത കുറവാണ്. ഇതുപോലെ തന്നെ 2s minus 9.6 divided by n. ഇതാണ് നമ്മുടെ കേസ് എന്ന് പറയുന്നത്. വെൻ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആൻഡ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് രണ്ടും സെപ്പറേറ്റ്ലി തരും. ഓക്കെ, ഇനി ഇവിടെ ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിഫറൻസ് ഓഫ് ഗ്രേഡിയന്റ് ആണ്. n1 മൈനസ് n2 എടുക്കുക, വിത്ത് സൈൻ വേണം കണ്ടുപിടിക്കാനായിട്ട് കേട്ടോ. പോസിറ്റീവ് അപ്ഗ്രേഡിയന്റ് ആണ് പോസിറ്റീവ് ഇട്ട് കൊടുക്കുക, ഡൗൺ ഗ്രേഡിയന്റ് ആണെങ്കിൽ നെഗറ്റീവ് ഇട്ട് കൊടുക്കുക, അങ്ങനെ തന്നെ കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇതാണ് സബ്മിറ്റ് കർവിന് രണ്ട് കേസ്. സബ്മിറ്റ് കർവ് ആണ് കൂടുതലും എങ്ങാനും ചോദിക്കാൻ സാധ്യതയുള്ളത്. വാലി കർവ്സ് അങ്ങനെ ചോദിക്കത്തില്ല, എന്നാലും വാലി കർവിന്റെയും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. എന്തായാലും നമ്മൾ സബ്മിറ്റ് കർവിന്റെ പറഞ്ഞ സ്ഥിതിക്ക് we look to the case of valley curve also. Valley curve ആണെങ്കിൽ നമ്മൾ ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് പറയാം. സബ്മിറ്റ് കർവിന് നമ്മൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസും ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസും പറഞ്ഞ പോലെ വാലി കർവ് വരുമ്പോൾ നമ്മൾ എന്താണ് ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് പറയുന്നത്. സോ ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വാലി കർവ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് വെൻ ലെങ്ത് ഇസ് ഗ്രേറ്റർ ദാൻ S ആണെങ്കിൽ L is equal to ന്യൂമറേറ്റർ സെയിം തന്നെയാണ്, n² തന്നെയാണ്. വേറെ S എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? ഇവിടെ ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് ആണ്. 1.5 പ്ലസ്
0.035s. ഇതാണ് നമ്മുടെ റിലേഷൻഷിപ്പ്. 1.5 പ്ലസ് 0.035s. ഇതാണ് ലെങ്ത് ഇസ് ഗ്രേറ്റർ ദാൻ. ഇനി ലെങ്ത് ലെസ് ദാൻ വരുവാണെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെയാണ്. ലെങ്ത് ഇസ് ഈക്വൽ ടു 2s മൈനസ് 1.5 പ്ലസ് 0.035s s ആണ് ഡിവൈഡഡ് ബൈ n വരും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് വരുന്ന രണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഏതിന്റെ കേസാണ്? വാലി കർവിന്റെ ലെങ്ത്തിന്റെ കേസാണ്. ഓക്കെ, ഇതങ്ങനെ ചോദിക്കാൻ സാധ്യത കുറവാണ്. SSCക്ക് ഒക്കെ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് ചോദിച്ച് അങ്ങനെ കണ്ടിട്ടില്ല. ഇത് രണ്ടും വേണമെങ്കിൽ ചോദിക്കുക എന്നുള്ളത് മാത്രമാണ്. കാര്യം സിമ്പിൾ ഇക്വേഷൻസ് ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് n² ബൈ 1.5 പ്ലസ് 0.035s. ഓക്കെ, അത് പഠിച്ചു വെക്കുക. ഐഡിയൽ കേസ് മാത്രം പഠിച്ചു വെക്കുക. മറ്റേത് ചോദിക്കുന്നത് രണ്ടാമതൊരു കണ്ടീഷനും കൂടെ വെച്ചിട്ട് പറയാറുണ്ട്. ഒരു എന്താണ് നമ്മുടെ കംഫർട്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട്, അത് വളരെ റെയർ ആയിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ചോദിക്കാനൊരു സാധ്യതയും കാണുന്നില്ല. കംഫർട്ട് കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ലെങ്ത് ഇസ് ഈക്വൽ ടു 2√(NV3/c). ഇത് ശരിക്കും നമ്മുടെ ട്രാൻസിഷൻ കർവിന്റെ ലെങ്ത് പോലെ സി ഒക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇത് വേണമെന്നില്ല, ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. കംഫർട്ട് കണ്ടീഷൻ പഠിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. അറ്റ്ലീസ്റ്റ് ഈ 3 കണ്ടീഷൻസ് ഒന്ന് പഠിച്ചു നോക്കാം, വാലി കർവിന്റെയും സമ്മിറ്റ് കർവിന്റെയും. ഓക്കെ, ഇത്രയും പഠിച്ചു നോക്കാം. ഐഡിയൽ കണ്ടീഷൻസ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് നോക്കി വെക്കാൻ നോക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ നമ്മുടെ ലെങ്ത് കണ്ടുപിടിക്കുന്ന രണ്ട് കേസുകളും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, താങ്ക് യു. ഫോർ എ മിക്സ് അസേർഷൻ റീസൺ ടൈപ്പ് ആണ്. അസേർഷൻ റീസൺ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. For a mixed traffic condition, the super elevation should fully counteract the centrifugal force for the full design speed. അസേർഷൻ പറയുന്നത് മിക്സഡ് ട്രാഫിക് കണ്ടീഷൻ വരുവാണെങ്കിൽ സൂപ്പർ എലിവേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് സെൻട്രിഫ്യൂഗൽ, അതായത് നമ്മുടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും. നമുക്കറിയാം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ ഒരു കോൺവെക്സിറ്റിയുടെ ബേസിസിൽ പറയാറുണ്ട്. അത്രയ്ക്കൊന്നും അങ്ങനെ അത്ര അങ്ങ് ഡെപ്തിലൊന്നും ചോദിക്കത്തില്ലെന്ന് വിചാരിക്കാം. നമുക്ക് മേ ബി ചോദിക്കുന്നെങ്കിൽ ഈ രണ്ട് കേസ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസും സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഒക്കെ വെച്ചിട്ട് ചോദിക്കാനേ സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് അസേർഷൻ നോക്കാം. അസേർഷൻ എന്ന് പറഞ്ഞാൽ ഫോർ മിക്സഡ് ട്രാഫിക് കണ്ടീഷൻ വരുമ്പോൾ സൂപ്പർ എലിവേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് സൂപ്പർ എലിവേഷൻ തന്നെ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഫുൾ ഡിസൈൻ സ്പീഡ് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന് ഫുള്ളി ഈ സൂപ്പർ എലിവേഷൻ ഡെവലപ്പ് ചെയ്യണം, റെസിസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് അസേർഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആ ഒരു എന്താ പറയുക, നമ്മൾ കൊടുക്കുന്ന സൂപ്പർ എലിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഡിസൈൻ സ്പീഡ് വെച്ചിട്ടുള്ള സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ മൊത്തത്തിൽ റെസിസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അസേർഷൻ എന്ന് പറയുന്നത്. Then reason നോക്കാം. Super elevation needed to maintain the design speed in fully may exceed the limiting value of 0.07. Further, as it is not possible to increase the radius, the speed has to be restricted. നമ്മൾ ഡിസൈൻ സൂപ്പർ എലിവേഷൻ അത് ചെയ്യാറുണ്ട്. നമ്മൾ സൂപ്പർ എലിവേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം സൂപ്പർ എലിവേഷൻ ഇയുടെ വാല്യൂ കണ്ടുപിടിച്ച് 0.07 ആയിട്ടാണോ നോക്കും, ഗ്രേറ്റർ ആണോ നോക്കും. ഗ്രേറ്റർ ആണോ നോക്കിയിട്ട് ഇൻ കേസ് അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, അത് ലിമിറ്റ് ചെയ്തിട്ട് സ്പീഡാണ് റെസ്ട്രിക്ട് ചെയ്ത് കൊടുക്കുക അല്ലേ. അല്ലാതെ നമ്മൾ വേറൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. റേഡിയസ് ഒന്നും നമ്മൾ ഇൻക്രീസ് ചെയ്യല്ല, അവിടെ സ്പീഡ് റെസ്ട്രിക്ട് ചെയ്തല്ലേ, വി ലിമിറ്റിംഗ് ആണ് കണ്ടുപിടിക്കുക. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. വാട്ട് അബൌട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? എന്താണ് നിങ്ങൾക്ക് വായിച്ച് നോക്കിയിട്ട്, ഫോർ മിക്സഡ് ട്രാഫിക് കണ്ടീഷൻസ് സൂപ്പർ എലിവേഷൻ ഷുഡ് ഫുള്ളി കൗണ്ടറാക്ട് ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഫോർ ദ ഫുൾ ഡിസൈൻ സ്പീഡ്. ഫുൾ ഡിസൈൻ സ്പീഡിനുള്ള സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന് ഫുള്ളി കൗണ്ടറാക്ട് ചെയ്യണം മിക്സഡ് ട്രാഫിക് കണ്ടീഷനിൽ നമ്മുടെ സൂപ്പർ എലിവേഷൻ എന്നാണ് പറയുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കമന്റ് ചെയ്തോളൂ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും കറക്റ്റ് ആണ്, ഞാനത് സമ്മതിക്കുന്നുണ്ട്. റീസൺ എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്നത് ട്രൂ ആണ്, പക്ഷെ അത് ഏടെ റീസൺ ആണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് പിന്നീട് പറയാം. വേണ്ടല്ലോ, ഫോൾസ് ആണ് അസേർഷൻ അല്ലേ. അസേർഷൻ ഫോൾസ് ആണ്. പക്ഷെ അസേർഷൻ എന്താണ് കറക്റ്റ് ആയിട്ട് വരിക? നമ്മൾ മിക്സഡ് ട്രാഫിക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ തന്നെ എന്താണ്, ഇ ഈസ് ഈക്വൽ ടു v²/225r എന്ന് പറഞ്ഞൊരു റിലേഷൻ ആണ് എടുക്കുന്നത്. ആ 225 എങ്ങനെയാണ് കിട്ടിയത്? നമ്മൾ v എന്ന് പറയുന്നത് 75% സ്പീഡ് എടുക്കുകയാണ്.
അല്ലെങ്കിൽ 0.75 ഓഫ് സ്പീഡ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഫുൾ ഡിസൈൻ സ്പീഡിനല്ല എടുക്കുന്നത്, അവിടെ 75% സ്പീഡിന് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സൂപ്പർ എലിവേഷൻ കണ്ടുപിടിക്കുക. ഫുൾ ഡിസൈൻ സ്പീഡിനല്ല, 0.75 അല്ലെങ്കിൽ 75% ഓഫ് വി എടുത്തിട്ടാണ് മിക്സഡ് ട്രാഫിക് കണ്ടീഷനിൽ ചെയ്യുക. ഓക്കെ, സോ ഓപ്ഷൻ എ അല്ലെങ്കിൽ അസേർഷൻ എന്ന് പറയുന്നത് ഫോൾസ് ആണ്, റീസൺ കറക്റ്റ് ആണ്. സോ എ ഇസ് ട്രൂ ആൻഡ് ആർ ഇസ് ഫോൾസ്. ഓക്കെ, സോ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൊട്ടേറ്റിംഗ് പാർട്സ് ഓഫ് ദ സർഫസ് ഓഫ് ദ റോഡ് വിത്ത് ദ ക്രൗൺ ആസ് എ പിവോട്ട് ഇസ് നോട്ട് ജനറലി പ്രിഫേർഡ് ഫോർ അച്ചീവിംഗ് നീഡ്ഫുൾ കാണ്ട് അറ്റ് ഹൊറിസോണ്ടൽ കർവ്സ്. എ ഇസ് ഫോൾസ് ആൻഡ് ആർ ഇസ് ട്രൂ. അതാണ് കറക്റ്റ്. ഓക്കെ, അസേർഷൻ നോക്കൂ. റൊട്ടേറ്റിംഗ് നമ്മൾ, അതായത് നമുക്ക് റോഡിനെ വേണമെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ക്രൗൺ റൊട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എഡ്ജ് റൊട്ടേറ്റ് ചെയ്യാം. നമുക്ക് സൂപ്പർ എലിവേഷൻ കിട്ടാനായിട്ട് രണ്ട് രീതിയിൽ ചെയ്യാം. നമ്മൾ ക്രൗണിന് വിത്ത് റെസ്പെക്ട് ടു ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, അത് അത്ര പ്രിഫേർഡ് അല്ല. അതായത് നമുക്ക് ഹൊറിസോണ്ടൽ കർവ്സിൽ നമുക്ക് വേണ്ടുന്ന കാണ്ട് അല്ലെങ്കിൽ സൂപ്പർ എലിവേഷൻ കിട്ടാൻ പ്രിഫറബിൾ അല്ല എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ലോവറിംഗ് ദ ലോവർ എഡ്ജ് ഇന്റർഫിയേഴ്സ് വിത്ത് ദ ഡ്രെയിനേജ് സിസ്റ്റം ഓഫ് ദ റോഡ്. അത് നമ്മൾ ഈ ക്രൗണിൽ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ലോവർ എഡ്ജ് ലോവർ ചെയ്ത് കൊടുക്കണം, ഡ്രെയിനേജ് സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. എങ്ങനെയാണ്? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ എസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ? എയും ആറും ട്രൂ ആണ്, പക്ഷെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ലയോ? എ ട്രൂ ആർ ഫോൾസ് ആണോ? എ ഫോൾസ് ആർ ട്രൂ ആണോ? വാട്ട് ഇസ് യുവർ ഓപ്ഷൻ? ഖന്നയുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതേ സ്റ്റേറ്റ്മെന്റോട് കൊടുത്തിട്ടുണ്ട്, തിരിച്ചല്ലേ? പറഞ്ഞോളൂ, കമന്റ് ചെയ്തോളൂ. ആൻസർ കമന്റ്, നമുക്ക് ടൈമില്ല, ആൻസർ കമന്റ് ചെയ്തോളൂ. ഇന്നത്തെ പെൻഡിങ് ആയ നാളെ ഒരു ദിവസം കൂടി ഉള്ളൂ. നാളെ നമുക്ക് കുറച്ച് അർബൻ പ്ലാനിങ് കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ട് നാളത്തെ സെഷനകത്ത്. ആർക്കും ആൻസർ ഇല്ലേ? ആരും പറയുന്നില്ലല്ലോ. സ്ഥിരം പറയാറുള്ള ആൾക്കാരും മിസ്സിംഗ് ആണല്ലോ, കുറെ ആൾക്കാരുണ്ടല്ലോ ആൻസർ പറയാറുള്ള. വിപിൻ, ഓപ്ഷൻ എ, യെസ്, എ ഇസ് ദ കറക്റ്റ് ആൻസർ. എയും ആറും ട്രൂ ആണ്, ആറ് കറക്റ്റ് എക്സ്പ്ലനേഷനും ആണ്. യെസ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അതുകൊണ്ടാണ് അത്ര പ്രിഫറബിൾ അല്ലാത്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെഹിക്കിൾ വാസ് സ്റ്റോപ്ഡ് ഇൻ 2 seconds. ഇത് നമുക്ക് എസ് എസ് സിക്ക് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ എന്നാലും ചോദിച്ചുകൂടായികയില്ല. നമുക്ക് ട്രാഫിക്കിൽ നിന്ന് പ്രോബ്ലം വരാൻ ഭാഗമായിട്ടുള്ള ഒരു പാർട്ടാണ്. വെഹിക്കിൾ വാസ് സ്റ്റോപ്ഡ് ഇൻ 2 seconds ബൈ ഫുള്ളി ജാമിങ് ദ ബ്രേക്സ്. ബ്രേക്ക് കൊടുത്തിട്ട് ഒരു വെഹിക്കിൾ 2 seconds സ്റ്റോപ്പ് ചെയ്തു. ദ സ്കിഡ് മാർക്സ് മെഷേർഡ് വാസ് 9.8 മീറ്റർ. നമ്മൾ ഈ ഒരു ബ്രേക്ക് കൊടുക്കുമ്പോൾ കുറച്ച് ഭാഗം സ്കിഡ് ചെയ്ത് പോകുമല്ലോ, അപ്പൊ ആ മെഷർ ചെയ്ത സ്കിഡ് മാർക്ക് 9.8 മീറ്റർ ആണ്. ദെൻ ആവറേജ് സ്കിഡ് റെസിസ്റ്റൻസ് കോഎഫിഷ്യന്റ് വിൽ ബി. പോയിന്റ് 7, 0.5, 0.4, 0.25. അപ്പൊ നമുക്ക് ഇക്വേഷൻസ്, നമ്മുടെ ഓപ്ഷൻ ബി 0.5, യെസ് 0.5 കറക്റ്റ് ആണ്. 0.5 കറക്റ്റ് ആണ്, 0.5 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത് സിമ്പിൾ, പല രീതിയിൽ ചെയ്യാം. നമുക്ക് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എടുത്ത് ചെയ്യാൻ പറ്റും. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറഞ്ഞ് നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്, അറിയായിരിക്കുമല്ലോ എല്ലാം. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇനിഷ്യൽ സ്പീഡിൽ പോയിക്കൊണ്ടിരുന്നത് നമ്മൾ ഫൈനൽ സ്പീഡ് 0 ആക്കി കൊടുത്തു അല്ലേ? സോ നമുക്ക് എന്ത്, ഈ ഒരു ഇക്വേഷനകത്ത് വി 0 ആണ്. അതുപോലെ തന്നെ യു വിൽ ബി ഹാവിംഗ് ദ റിലേഷൻ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, ഇങ്ങനെയും കൂടെ റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ ഇത് ഫസ്റ്റ് ഇക്വേഷനും ഞാൻ ജസ്റ്റ് പറയുകയാണ്, നിങ്ങൾ ഇതൊന്നും എഴുതി അങ്ങനെ ചെയ്യണം എന്നല്ല പറയുന്നത്. നമുക്ക് ആക്ച്വലി നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എഫ് എസ് ഈക്വൽ ടു എ ബൈ ജി ആണ്. അതായത് ആവറേജ് സ്കിഡ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള റിലേഷൻഷിപ്പ് എഫ് എസ് ഈക്വൽ ടു എ ബൈ ജി. എ ഇസ് ദ ആക്സലറേഷൻ, ജി നമുക്കറിയാം ജി 9.81 ആണ്. ഓക്കെ, സോ ഇനി ചെയ്ത് നോക്കൂ കിട്ടുന്നുണ്ടോന്ന്.
0.5 കിട്ടുന്നുണ്ടോ നോക്കൂ. കിട്ടുന്നുണ്ടോ ഇപ്പൊ എല്ലാവർക്കും? യെസ്, ഓപ്ഷൻ ബി 0.5 ആണ് കറക്റ്റ് ആൻസർ. Next question നോക്കാം. For a circular curve of radius 200 meter, the coefficient of lateral friction of 0.15 and design speed is 40 km per hour. The equilibrium super elevation for equal pressure on inner and outer wheel should be. For a circular curve of radius 200 meter, radius നമുക്ക് തന്നിട്ടുണ്ട് 200 meter ആണെന്ന്. Coefficient of lateral friction is 0.15 meter. Sorry, 0.15 and design speed is 40 km per hour. 40 km per hour ആണ്. ആൻഡ് നമുക്ക് എന്താണ് ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ ഫോർ ഈക്വൽ പ്രഷർ ഓൺ ഇന്നർ ആൻഡ് ഔട്ടർ വീൽ വുഡ് ബി. ഓപ്ഷൻസ് വേണം തരാം. 21.3, 7, 6.3, 4.6. ഇവിടെ നമുക്ക് ഇക്വേഷൻ ഏതാണ് ഉപയോഗിക്കേണ്ടത്? ഇ പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 127R. ഇതാണ് നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കമ്മിങ് ടു ഇവിടെ എന്താണ് നമുക്ക് പറഞ്ഞത്? ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. എനിക്ക് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ ടൈം ലിമിറ്റേഷൻ കാരണം ഞാൻ അങ്ങ് ചെയ്യാണ്. ഇവിടെ നമുക്ക് എന്താണ് ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എഫിന്റെ വാല്യൂ എന്തായിരിക്കും? യു ഹാവ് ടു ടേക്ക് 0. എഫിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 0.15. അതിട്ട് ചെയ്യരുത്. അതിട്ട് ചെയ്യേണ്ട എന്ന് പറയുന്ന കാര്യം ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എഫ് 0 ആക്കി എടുക്കുക. സോ ഇ ഈസ് ഈക്വൽ ടു 40 സ്ക്വയർ ഡിവൈഡഡ് ബൈ 127 into 200. So we'll get the answer as 0.0629 എന്ന് വരും. That is 6.29% അല്ലെങ്കിൽ 6.3. ഓപ്ഷൻ സി വരും. 6.3 കറക്റ്റ് ആൻസർ ആണ്. രണ്ടുപേര് പറഞ്ഞിട്ടുണ്ട്, ശ്രീനാഥും വിപിനും പറഞ്ഞിട്ടുണ്ട് 6.3 ആണ് കറക്റ്റ് ആൻസർ. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തെറ്റിക്കരുത്. എഫ് വാല്യൂ തന്നെന്ന് പറഞ്ഞ് എഫ് എടുത്തിട്ട് മൈനസ് ഒന്നും ചെയ്ത് വെക്കരുത് കേട്ടോ എൻ്റെ കൂടെ. ഓപ്ഷൻ സി 6.3 ആണ് കറക്റ്റ് ആൻസർ. Okay, next question നോക്കാം. The approximate allowable stress in axial compression in RCC. Approximate allowable stress in axial compression in reinforced concrete. വേഗം പറയൂ. 0.25 FCK, 0.44 FCK, 0.33 FCK, 0.30 FCK. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. വേഗം ആൻസർ പറയൂ. Approximate allowable stress in axial compression in reinforced concrete. യെസ്, വളരെ സിമ്പിൾ ആയിട്ട് ഓപ്ഷൻ സിയോ. ഓപ്ഷൻ ബി. ബിയും സിയും ഒക്കെ മാറി മാറി പറയുന്നുണ്ട്. പറയൂ, ആൻസർ പറയൂ. .33 FCK ആണോ? .44 പറയുന്നുണ്ട്, 0.33 പറയുന്നുണ്ട്. നിങ്ങൾ എന്താണ് 0.33 പറയാനുള്ള കാര്യം?
ആക്സിൽ കംപ്രഷൻ അലോവബിൾ സ്ട്രെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 0.44 FCK, ഓപ്ഷൻ ബി. Next question, according to IS 800 1984, the permissible stress in axial tension in steel is? Permissible stress in axial tension. Yes, option D, 0.6 FY. ഇത് ഞാൻ പറഞ്ഞായിരുന്നു, ആക്സിയലും ഉണ്ട്, അതുപോലെ തന്നെ ആക്സിയൽ ടെൻഷൻ ആണെങ്കിലും ആക്സിയൽ കംപ്രഷൻ ആണെങ്കിലും ഇറ്റ് ക്യാൻ ബി എയ്തർ ആക്സിയൽ ടെൻഷൻ അല്ലെങ്കിൽ ആക്സിയൽ കംപ്രഷൻ ഉണ്ട്. ഓർത്ത് വെക്കുക, എളുപ്പവഴിയൊക്കെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. പിന്നെ ബെൻഡിങ്ങും വരാം അല്ലേ. അപ്പൊ എ കഴിഞ്ഞിട്ടാണ് ആൽഫബറ്റ് ബി വരിക. ABCD എന്നാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ആക്സിയൽ വരുന്ന രണ്ട് കേസിലും 0.60 FY, 60 കഴിഞ്ഞിട്ടാണ് 0.66 എന്ന് പറയുന്ന നമ്പർ വരിക. സോ എ കഴിഞ്ഞ് ബി, 0.6 കഴിഞ്ഞ് 0.66. സോ 0.66 ബെൻഡിങ്ങും 0.60 FY ആക്സിയൽ ടെൻഷൻ അല്ലെങ്കിൽ കംപ്രഷൻ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Next question, granite is a rock that is by nature metamorphic, volcanic, plutonic, sedimentary. Granite is a rock that is by nature metamorphic ആണോ, volcanic ആണോ, plutonic ആണോ, sedimentary ആണോ? Shear 0.45 ആണ്, കറക്റ്റ് ആണ്. ഗ്രാനൈറ്റ് സെഡിമെന്ററി റോക്ക് ആണെന്നൊക്കെ പറയുന്ന ആരാണ്? ഓപ്ഷൻ സി, പ്ലൂട്ടോണിക് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. Next question, the greatest load which a spring can carry without getting permanently distorted is called. ഒരു സ്പ്രിങ്ങിന് ഏറ്റവും ഡിസ്റ്റോർട്ട് ചെയ്യാതെ അല്ലെങ്കിൽ ഡിഫോർമേഷൻ സംഭവിക്കാതെ അതിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഗ്രേറ്റസ്റ്റ് ലോഡ് ഏതാണ്? ഓപ്ഷൻ എ, സ്റ്റിഫ്നെസ്. യെസ്, പ്ലൂട്ടോണിക് ആണ് കറക്റ്റ് ആൻസർ. സ്റ്റിഫ്നെസ്, പ്രൂഫ് റെസിലിയൻസ്, പ്രൂഫ് സ്ട്രെസ്, പ്രൂഫ് ലോഡ്. The greatest load which a spring can carry without getting permanently distorted is called. സ്റ്റിഫ്നെസ് ആണോ? സ്റ്റിഫ്നെസ് യൂണിറ്റ് ഡിഫോർമേഷൻ എത്ര ലോഡ് വേണം എന്നുള്ളതാണ്. അപ്പൊ അതല്ല. പ്രൂഫ് റെസിലിയൻസ്, പ്രൂഫ് സ്ട്രെസ്, പ്രൂഫ് ലോഡ്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്രൂഫ് ലോഡ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. പ്രൂഫ് സ്ട്രെസ് അല്ല, ലോഡാണ് ചോദിച്ചിരിക്കുന്നത്, ഗ്രേറ്റസ്റ്റ് ലോഡ്. Next question, the angle between principal plane and the plane of maximum shear is? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ആംഗിൾ ബിറ്റ്വീൻ പ്രിൻസിപ്പൽ പ്ലെയിൻ ആൻഡ് ദ പ്ലെയിൻ ഓഫ് മാക്സിമം ഷിയർ ഇസ് 90, 135, 60, നൺ ഓഫ് ദീസ്. യെസ്, ഓപ്ഷൻ ബി, 135 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലെങ്ത് ഓഫ് ദ സ്ട്രെയിറ്റ് പോർഷൻ ഓഫ് എ ബാർ ബിയോണ്ട് ദ എൻഡ് ഓഫ് എ ഹുക്ക് ഷുഡ് ബി അറ്റ് ലീസ്റ്റ്. അതായത് നമ്മൾ ഹുക്ക് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുമല്ലോ, ഹുക്കിന്റെ ആ ഒരു സ്ട്രെയിറ്റ് ലെങ്ത്, സ്ട്രെയിറ്റ് പോർഷൻ ഓഫ് ദ ബാർ ബിയോണ്ട് ദ എൻഡ് ഓഫ് ദ ഹുക്ക്, ഹുക്കിന്റെ എൻഡിലുള്ള ആ ഒരു സ്ട്രെയിറ്റ് പോർഷൻ ലെങ്ത് എത്ര ആവണം എന്നുള്ള. ഷുഡ് ബി അറ്റ് ലീസ്റ്റ്. ഓപ്ഷൻ എ, ട്വൈസ് ദ ഡയമീറ്റർ. ഓപ്ഷൻ ബി, ത്രൈസ് ദ ഡയമീറ്റർ. ഓപ്ഷൻ സി, 4 times ദ ഡയമീറ്റർ. ഓപ്ഷൻ ഡി, 7 times ദ ഡയമീറ്റർ. യെസ്, 4 times ദ ഡയമീറ്റർ. 4 times 5 എങ്കിലും ആയിരിക്കണം. Yes. Next question, for field rivets, the maximum permissible stress in rivets and bolts as given in the codes are reduced by. അതായത് നമ്മുടെ ഫീൽഡ് റിവറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ കോഡിൽ പറയുന്ന പെർമിസിബിൾ സ്ട്രെസ്സിന്റെ വാല്യൂ എത്ര ശതമാനം റിഡക്ഷൻ ഉണ്ടാവും? ഓപ്ഷൻ എ, 5%, ബി 10, സി 15, ഡി 20. വേഗം പറഞ്ഞോളൂ, ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് ചോദിക്കാനും സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എത്ര ശതമാനമാണ് റെഡ്യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി, 10% ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. എ അല്ല, 10%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ capillary rise of water in a 1 mm diameter tube is 3 cm, the height of capillary rise of water in a 0.2 mm diameter tube in centimeter will be? Capillary rise of water in a 1 mm diameter tube is 3 cm. The height of
capillary rise of water in a 0.2 mm diameter tube will be? നമുക്കറിയാം നമ്മുടെ capillary rise ന്റെ equation എന്താണ്? 4 sigma cos alpha divided by rho g d ആണ്. അതായത് h is inversely related to diameter. So നമുക്ക് എങ്ങനെ എഴുതാം? h1 by h2 is equal to d2 by d1. h1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് capillary rise of water in a 1 mm diameter tube is 3 cm by h2 is equal to 0.2 divided by 1. h2 is equal to 3 by 0.2, 30 by 2. We'll get the answer as option C, 50. Okay, next question. IS code specifies that the compressive strength of brick shall be determined keeping the brick option 1 on edge. ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്നുള്ളതാണ് കേട്ടോ ക്വസ്റ്റ്യൻ. ഇത് ESCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. Okay, shall be determined by keeping the brick on edge on bed after soaking in water for 2 hours, after soaking in water for 24 hours. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നമ്പർ ഇട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ടു ആൻഡ് ഫോർ. യെസ്, 2 and 4 ആണ് കറക്റ്റ്. അതായത് നമുക്ക് ബെഡിൽ വെച്ചിട്ടും അതുപോലെ തന്നെ ആഫ്റ്റർ സോക്കിംഗ് ഇൻ വാട്ടർ ഫോർ 24 hours ആണ് നമ്മൾ കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യുന്നത്. 1 and 4 എഡ്ജ് അല്ല, ബെഡിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. As per IS classification, the minimum compressive strength of a first class brick should be. വേഗം പറഞ്ഞോളൂ. ESC 2013 ക്വസ്റ്റ്യൻ ആണ്. യെസ്, 100 kg/cm², ഓപ്ഷൻ ബി. ഇത് പറയാൻ താമസിക്കുന്ന എന്താ? അടുത്ത ക്വസ്റ്റ്യൻ. Consider the following statements. Perforated bricks are preferred in construction since option A, they are lighter, option 2, they are stronger than class 1 brick, they have heat insulating property. Third point ആണ്, they have heat insulating properties, they are cheaper and need less mortar. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറയാം. They are lighter, they are stronger than class 1 brick, they have heat insulating properties, they are cheaper and need less mortar. ഇതിൽ which of the following statements are correct? Yes, 1 and 3. They are lighter and they are cheaper and need less mortar. One and 3. Next question. The average compressive strength of a burned clay brick is less than 12.5 Newton per mm². The allowable rating of efflorescence is. Average compressive strength of a burned clay brick is less than 12.5 Newton per mm². Then the allowable rating of efflorescence is. Perforated brick അല്ലേ, cavity അല്ലല്ലോ, പെർഫറേഷൻ്റെ കാര്യം നമ്മൾ പറയുന്നത്. സോ ഹീറ്റ് ഇൻസുലേറ്റിങ്ങിന് മോഡറേറ്റ്, ഞാൻ ഓപ്ഷൻസ് പറയാം. ഇത് നിങ്ങൾ ഇങ്ങനെ പറയാനാ. മോഡറേറ്റ്, അതുപോലെ തന്നെ സീരിയസ്, ഹെവി, സീറോ. ഇതിൽ ഓപ്ഷൻ പറഞ്ഞാൽ മതി. മീഡിയം ആണ് കറക്റ്റ് ആൻസർ പറയുക. യെസ്, മീഡിയം അല്ലെങ്കിൽ മോഡറേറ്റ് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ലെസ് ദാൻ 12 അപ് ടു 12.5 പറയുകയാണെങ്കിൽ, അപ്
to 12.5 ന്യൂട്ടൺ പെർ mm സ്ക്വയർ പറയുകയാണെങ്കിൽ നമുക്ക് മോഡറേറ്റ് ആണ് കേട്ടോ നമ്മുടെ ഫ്ലോറസൻസ് എന്ന് പറയുന്നത്. Next question. Strength of brick masonry is influenced by type of mortar. Consider the following statement. ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ്. Brick masonry with lime mortar achieves full strength earlier than cement mortar masonry. Okay. Mortar strength decides the strength of masonry. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? Strength of brick masonry is influenced by the type of mortar. Of course ആണല്ലേ. Brick masonry with lime mortar achieves full strength earlier than cement mortar masonry. ഇത് കറക്റ്റ് ആണോ? അല്ലാതെ റോങ് ആണ്. മോട്ടാർ സ്ട്രെങ്ത് ഡിസൈഡ്സ് ദി സ്ട്രെങ്ത് ഓഫ് മേസണറി. അത് കറക്റ്റ് ആണ്. സോ 1ഉം 3ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. PSC 2010 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1 മാത്രമല്ല 3ഉം കറക്റ്റ് ആണ്. 1ഉം 3ഉം തമ്മിൽ കുറച്ചൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് 1ഉം 3ഉം നമുക്ക് എഴുതാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മോഡുലാർ ബ്രിക്സ് ആർ ഓഫ് നോമിനൽ സൈസ്. ഇത് ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ. ഇത് ചോദിക്കുമോന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാനിത് കണ്ടപ്പോൾ അങ്ങ് നല്ല ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നി ആഡ് ചെയ്തതാണ്. 2009 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ESC 2009 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നോക്കാം നമുക്ക് ഏതായാലും. മോഡുലാർ ബ്രിക്സ് ആർ ഓഫ് നോമിനൽ സൈസ് 20x10x10 cm and 20% of the volume is lost in mortar between joints. നമുക്ക് മോഡുലാർ ബ്രിക്കിന്റെ സൈസ് തന്നിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് അറിയാം അതിന്റെ സൈസ് അല്ലേ. അതിൽ പറഞ്ഞിട്ടുണ്ട് ഈ ജോയിന്റുകൾക്കിടയിൽ നമുക്ക് 20% വോളിയം നഷ്ടപ്പെട്ടു പോവാണ്. ജോയിന്റിൽ മോട്ടർ ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ. Then what is the number of modular bricks required per cubic meter of brickwork? ഒരു മീറ്റർ ക്യൂബ് ബ്രിക്ക് വർക്കിന് അപ്പം അങ്ങനെയാണെങ്കിൽ വേണ്ടി വരുന്ന നമ്പർ ഓഫ് ബ്രിക്സ് എത്രയാണെന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ പറ്റുമെങ്കിൽ ട്രൈ ചെയ്തു. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഉള്ള ടൈം തരാനില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം ഫസ്റ്റ്. അതായത് നമുക്ക് ബ്രിക്കിന്റെ സൈസ് നമുക്ക് ഗിവൺ ആണ് അല്ലെ. ബ്രിക്കിന്റെ സൈസസ് ഗിവൺ ആസ് ബ്രിക്ക് വിത്ത് മോട്ടാർ ആണെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ തന്നെ ഇതിന്റെ കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തോളൂ. ബ്രിക്ക് വിത്ത് മോട്ടാറിന്റെ സൈസ് 20x10x10 ആണ്. അതുപോലെ തന്നെ ബ്രിക്ക് വിത്തൗട്ട് മോട്ടാർ ആണെങ്കിൽ നമുക്ക് സൈസ് എത്രയാണ്? 19x9x9 ആണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ബ്രിക്ക് വിത്ത് മോട്ടാറും ബ്രിക്ക് വിത്തൗട്ട് മോട്ടാറും ഉള്ള സൈസ് അതിന്റെ ഒരു കാര്യം അറിയാം അല്ലെ. സോ നമുക്ക് ഇതാണ് നമ്മുടെ ഒരു ബ്രിക്കിന്റെ കാര്യമാണ് പറയുന്നത്. ഒരു ബ്രിക്കിന്റെ സൈസ് ആണ് പറയുന്നത്. അപ്പോൾ ഒരു ബ്രിക്കിന് വേണ്ടിയിട്ട് 1 ബ്രിക്കിന് നമുക്ക് വോളിയം ഓഫ് മോട്ടാർ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ബ്രിക്കിന് മോട്ടാർ ഇല്ലാത്തതും മോട്ടാർ ഉള്ളതിന്റെയും സൈസ് അറിയാം, അല്ലെങ്കിൽ വോളിയം അറിയാം. രണ്ടുകൂടെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വോളിയം ഓഫ് മോട്ടാർ കിട്ടും ഫോർ 1 ബ്രിക്ക്. അപ്പൊ എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? 20x10x10 മൈനസ് 19x9x9 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വോളിയം ഓഫ് മോട്ടാർ ഫോർ 1 ബ്രിക്ക് അല്ലെ. ഒരു ബ്രിക്കിനുള്ള വോളിയം ഓഫ് മോട്ടാർ കിട്ടും. അപ്പൊ ചെയ്യുമ്പം ഏകദേശം 461 cm³ എന്ന് കിട്ടും. ഓക്കെ, ഓപ്ഷൻ എ 520 അല്ല ആൻസർ. 520 അല്ല ആൻസർ. സോ നമുക്ക് ഇത് കിട്ടി, ഒരു ബ്രിക്കിനുള്ള വോളിയം ഓഫ് മോട്ടാർ കിട്ടി. ഓക്കെ, ഇനി നമുക്കറിയാം 1 m³ നമ്മൾ 500 ബ്രിക്കാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാവുന്ന വസ്തുതയാണ് അല്ലേ. 1 m³ we will be using 500 bricks. 500 bricks ആണ് ഒരു m³ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഒരു ബ്രിക്കിനുള്ള മോട്ടാറാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് 461 m³ എന്ന്. സോറി, ഓക്കെ, 461 എന്ന് പറഞ്ഞാൽ നമ്മൾ cm³ എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത് ഒരു ബ്രിക്കിനുള്ള മോട്ടാറാണ്. ഒരു ബ്രിക്കിന്റെ വോളിയം ഓഫ് മോട്ടാറാണ്. നമ്മൾ 1 m³ ഉപയോഗിക്കുന്ന 500 ബ്രിക്കാണ്. സോ 500 ബ്രിക്കിന് എത്ര ആയിരിക്കും ഉണ്ടാവുക? മോട്ടാർ വോളിയം ഓഫ് മോട്ടാർ ഫോർ 500 brick. മോട്ടാർ ഫോർ 500 ബ്രിക്സ് എന്ന് പറയുന്നത് 461 × 500 ചെയ്താൽ മതിയാവും. അപ്പൊ നമുക്ക് ചെയ്യുമ്പം 230,500 cm³ എന്ന് കിട്ടും. എന്താ നമ്മൾ ചെയ്ത്? ആദ്യമേ ബ്രിക്ക് വിത്ത് മോട്ടാറും ബ്രിക്ക് വിത്തൗട്ട് മോട്ടാറും അറിയാം. രണ്ടുകൂടെ സബ്ട്രാക്ട് ചെയ്ത് നമ്മൾ വോളിയം ഓഫ് മോട്ടാർ ഫോർ 1 ബ്രിക്ക് കണ്ടുപിടിച്ചു. നമുക്കറിയാം 1 m³ നമ്മൾ ഉപയോഗിക്കുന്ന 500 ബ്രിക്കാണ്. സോ 500 ബ്രിക്കിന് വോളിയം ഓഫ് മോട്ടാർ കണ്ടുപിടിക്കും 461 കൊണ്ട്
മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇത് ഇത്രയും സെന്റിമീറ്റർ ക്യൂബ് കിട്ടി. ഞാൻ ജസ്റ്റ് ഒന്ന് മീറ്റർ ക്യൂബിലോട്ട് മാറ്റുകയാണ്. സോ 0.2305 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും നമുക്ക്. ഇത്രയാണ് നമുക്ക് 500 ബ്രിക്കിനുള്ള വോളിയം ഓഫ് മോട്ടാർ എന്ന് പറയുന്നത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് മോട്ടാറിൽ 20% ഓഫ് വോളിയം ഇസ് ലോസ് ഇൻ മോട്ടാർ ബിറ്റ്വീൻ ജോയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ജോയിൻസുകളിൽ നമുക്ക് 20% മോട്ടോർ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. സോ നമ്മുടെ ടോട്ടൽ വോളിയം ഓഫ് മോട്ടാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ 0.2305 അത് കിട്ടിയല്ലോ. 0.2305 പ്ലസ് എന്ത്, ഇതിന്റെ 20% നമുക്ക് നഷ്ടപ്പെട്ടു പോവുക. സോ 0.2/100 ഇൻറ്റു 0.2305, അതായത് ഈ കിട്ടിയ വോളിയത്തിന്റെ 20% നമുക്ക് എന്ത് പറ്റി? നഷ്ടപ്പെട്ടു പോയി. സോ നമ്മുടെ ടോട്ടൽ വോളിയം ഓഫ് മോട്ടാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നഷ്ടപ്പെട്ടതും കൂടെ ആഡ് ചെയ്യുക. സോ ഇത് നമുക്ക് 0.2766 മീറ്റർ ക്യൂബ് എന്ന് വരും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? ടോട്ടൽ വോളിയം ഓഫ് മോട്ടാർ കിട്ടി. നമുക്ക് നമ്പർ ഓഫ് ബ്രിക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ബ്രിക്ക് വിത്ത് മോട്ടാറും ബ്രിക്ക് വിത്തൗട്ട് മോട്ടാറും കണ്ടുപിടിച്ചു. അതിന്റെ വോളിയം കണ്ടുപിടിച്ചു. അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് ഒരു ബ്രിക്കിന് വേണ്ട വോളിയം ഓഫ് മോട്ടാർ കിട്ടി. ഈ ഒരു ബ്രിക്കിന് വേണ്ട വോളിയം ഓഫ് മോട്ടാർ നമുക്ക് ഒരു മീറ്റർ ക്യൂബിൽ 500 ബ്രിക്ക് ആയിട്ട് 500 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 500 ബ്രിക്കിന് എത്ര വോളിയം ഓഫ് മോട്ടാർ വേണമെന്ന് കണ്ടുപിടിച്ചു. ഈ കണ്ടുപിടിച്ച വോളിയം ഓഫ് മോട്ടാറിൽ 20% നഷ്ടപ്പെട്ടു. സോ ടോട്ടൽ വോളിയം ഓഫ് മോട്ടാർ എന്ന് പറഞ്ഞാൽ ആ നഷ്ടപ്പെട്ടത് നമ്മൾ കണ്ടുപിടിച്ചതൂടെ ആഡ് ചെയ്തെടുക്കുന്നതാണ്. സോ ടോട്ടൽ വോളിയം ഓഫ് മോട്ടാർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് വോളിയം ഓഫ് മോട്ടാർ കിട്ടി. ഇനി നമുക്ക് വോളിയം ഓഫ് ബ്രിക്ക് കണ്ടുപിടിക്കണം. വോളിയം ഓഫ് ബ്രിക്സ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യുക? 1 മൈനസ് 0.2766 എടുക്കുക. അത് നമുക്ക് മൊത്തം 20/100 ആണ്. 0.2 ഞാൻ 0.2 ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, അത് എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ്. 20/100 ആണ്. ഓഫ് കോഴ്സ് 0.2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെടുത്താലും മതി. സോ വോളിയം ഓഫ് ബ്രിക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ കിട്ടിയ വോളിയം ഓഫ് മോട്ടാറിന്റെ 1 മൈനസ് എടുക്കുക. സോ നമുക്ക് വോളിയം ഓഫ് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ 0.723 എന്ന് വരും. മീറ്റർ ക്യൂബ് ആണ് ബ്രിക്കിന്റെ വോളിയം എന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് വോളിയം ഓഫ് ബ്രിക്ക് കിട്ടി. ഇനി നമ്പർ ഓഫ് ബ്രിക്ക് കണ്ടുപിടിക്കാൻ സുഖമല്ലേ? നമ്പർ ഓഫ് ബ്രിക്സ് ഇസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് ബ്രിക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് ഈ വോളിയം ഓഫ് ബ്രിക്ക് കിട്ടി 0.723 ഡിവൈഡഡ് ബൈ ഒരു ബ്രിക്കിന്റെ വോളിയം, അതായത് മീറ്റർ ക്യൂബ് ആണ്. നമ്മൾ സെന്റിമീറ്ററിലാണ് 19/9/9 എഴുതിയത്. സോ 0.09 ഇൻറ്റു 0.09. കുറച്ചധികം കാൽക്കുലേഷൻസ് ഉണ്ടാണ്ട് ചോദിക്കാൻ സാധ്യത കുറവാണെന്ന് തോന്നുന്നു. എങ്ങാനും ചോദിച്ചാൽ ഈ വാല്യൂ അങ്ങ് പഠിച്ചു വെച്ചോളൂ. 20% ആണ് തരുന്നത്. 470 ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ ഡി, ഷഫ്ന. സോ 470 ആണ്. 20% ഇതേപോലെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ചെയ്യാൻ നിൽക്കണ്ട. 470 എന്നുള്ള ഒന്ന് പഠിച്ചു വെച്ചോളൂ. കാര്യം നമ്മൾ അവിടെ നിന്ന് ചെയ്തത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ ഒരു ചടങ്ങാണ്. ESCയുടെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ചോദിച്ചു എന്ന്, ESCക്ക് അങ്ങനെ ചോദിച്ചു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ചെയ്ത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം മോട്ടാറിന്റെ കണ്ടുപിടിച്ചു. മോട്ടാർ ആദ്യം ഒരു ബ്രിക്കിന് ഉള്ള മോട്ടാറിന്റെ വോളിയം കണ്ടുപിടിച്ചു. പിന്നീട് ഒരു മീറ്റർ ക്യൂബിൽ 500 ബ്രിക്കാണ്ട് 500 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 500 ബ്രിക്കിന് വേണ്ട മോട്ടാറിന്റെ വോളിയം കണ്ടുപിടിച്ചു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ടോട്ടൽ വോളിയം ലോസൂടെ കണ്ടുപിടിച്ചിട്ട് വോളിയം ഓഫ് മോട്ടാർ എടുത്തു. എന്നിട്ട് വോളിയം ഓഫ് ബ്രിക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി 1ൽ നിന്ന് മൈനസ് ചെയ്തെടുത്തു. അപ്പൊ നമുക്ക് വോളിയം ഓഫ് ബ്രിക്സ് കിട്ടി. ഡിവൈഡഡ് ബൈ ഒരു ബ്രിക്കിന്റെ വോളിയം കൊടുത്തപ്പോൾ നമ്പർ ഓഫ് ബ്രിക്സ് കിട്ടി. ഇങ്ങനെയാണ് ഇതിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇത് വാല്യൂ ഓർത്ത് വെച്ച് എഴുതിക്കോളൂ. ഈ 20% തന്നെ തരുവാണെങ്കിൽ, മോഡുലാർ ബ്രിക്കിന്റെ കേസ് തന്നെ ചോദിക്കുകയാണെങ്കിൽ. ഓക്കെ, സോ യുവർ ആൻസർ ഇസ് ഓപ്ഷൻ ഡി 470. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നിങ്ങളിത് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി ഇതിന്റെ വാല്യൂസ് ഒക്കെ കിട്ടുന്നുണ്ടോന്ന്. വാട്ട് വിൽ ബി ദ കട്ട് ഓഫ് ഫോർ AE എക്സാംസ്? നല്ല ചോദ്യമാണ്. നമുക്ക് എക്സാം ഒന്നും കഴിയാതെ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എന്ത് കട്ട് ഓഫ് പറയാനാണ്? എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ പോലും നമ്മൾ കാണാതെ കട്ട് ഓഫ് ഒക്കെ പറയാൻ പറ്റുമോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ഏതായാലും. The tensile strength of concrete is approximately what percentage of the compressive strength of concrete? The tensile strength of concrete is approximately what percentage of the compressive strength of concrete? Yes, 10%. Option C. Next question, the permissible or desirable drinking water standard for total dissolved solids. Total dissolved solids in the permissible limit എത്രയാണെന്ന് വേഗം കമന്റ് ചെയ്തോളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണിത്.
പറയൂ, വേഗം പറയൂ. Yes, 500 milligram per liter. Next question, the turbine suitable for low heads and high flow rate is? ലോ ഹെഡിനും ഹൈ ഫ്ലോ റേറ്റിനും ആവശ്യമാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ടർബൈൻ ഏതാണെന്നുള്ളതാണ്. കോസ്റ്റ് ഫോർ റിജക്ഷൻ ആണ് 1000 കേട്ടോ. 1000 അല്ലത്, അതും 2000 ആണ്. സോറി. യെസ്, കപ്ലാൻ, ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an engineer measured the distance between two locations on a plan having a scale of 1 centimeter is equal to 50 meter as 600 meter. അതായത് ഒരു എഞ്ചിനീയർ ഒരു പ്ലാനിൽ, അതായത് നമുക്ക് 1 സെന്റിമീറ്റർ 50 മീറ്റർ ഉള്ള ഒരു പർട്ടിക്കുലർ പ്ലാനിൽ നമുക്ക് 600 മീറ്റർ ആയിട്ടാണ് രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്തത്. ലേറ്റർ however he found that he used the wrong scale of 1 centimeter is equal to 30 meter. 1 സെന്റിമീറ്റർ 30 മീറ്റർ എന്നുള്ള തെറ്റായ സ്കെയിലാണ് ഉപയോഗിച്ചത്. ദെൻ ട്രൂ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൊക്കേഷൻസ്. ട്രൂ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൊക്കേഷൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ വേഗം അങ്ങ് പറയാം ആൻസർ. നിങ്ങൾ ചെയ്തോളൂ, അറിയാവുന്നവർ ചെയ്തോളൂ. മെഷേർഡ് ലെങ്ത് നമുക്ക് 600 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. യെസ്, 1000, ഓപ്ഷൻ ഡി 1000 ആണ്. ഇവിടെ നമുക്ക് ഒന്നും ഇല്ല ചെയ്യാനായിട്ട്. ആക്ച്വലി ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് എന്താണ്, റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ഓഫ് wrong scale divided by representative fraction of correct scale into measured length ചെയ്താൽ മതി. ഓക്കെ, റോങ് സ്കെയിൽ നമുക്ക് 1 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു 30 മീറ്റർ ആണ്. സോ അതിൻ്റെ 1 ഡിവൈഡഡ് ബൈ 30 മീറ്റർ ആണ്. സോ 1/3000 എന്ന് വരും. സോ റോങ് സ്കെയിൽ 1/3000 divided by 1 centimeter is equal to 50 meter ആണ്. So 1/5000 into measured length എത്രയാണ് നമുക്ക് 600 meter. So we'll get the answer as option D 1000. വേഗം ചെയ്യണം കേട്ടോ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ. 5000 5/3 into 200. Option D. Next question, the probable error in a single observation is plus or minus 0.04 meter. So we can say the question, and that of mean is 0.0 plus or minus 0.01 meter. Then the number of observations is? EM is equal to mean error is equal to single error by root of number of observations. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ ഇവിടെ നമുക്ക് n is equal to എങ്ങനെ എഴുതാൻ പറ്റും, ES by EM the whole square. സിംഗിൾ ഒബ്സർവേഷൻ്റെ എറർ എന്ന് പറഞ്ഞാൽ 0.04 ആണ്, മീനിൻ്റെ 0.01 ആണ്, the whole square which will be equal to 16. ഓപ്ഷൻ സി. ഈ റിലേഷൻഷിപ്പ് ഓർത്ത് നോക്കുക, EM is equal to ES by root n. Okay, option C 16. Next question, it is a common practice to design a highway to accommodate the traffic volume corresponding to? ഇതും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ റോഡ് വേ ഫെസിലിറ്റീസ് ഏത് കറസ്പോണ്ടിങ് സ്പീഡിനാണ് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. യെസ്, 30th hour ആണ്, 30th hourly സ്പീഡാണ് കേട്ടോ. 30th hourly സ്പീഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ സ്പീഡ് ഒരു വർഷത്തിൽ 29 തവണ മാത്രമാണ് എക്സീഡ് ചെയ്യുക. ബാക്കി എല്ലാ തവണയും ഉള്ള സ്പീഡ് എന്ന് പറയുന്നത് ഇതിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, ഈ 30th hourly സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ എ ഇയർ നമ്മൾ എടുക്കുകയാണെങ്കിൽ മൊത്തം 29 തവണ മാത്രമായിരിക്കും ഈ ഒരു സ്പീഡ് എക്സീഡ് ചെയ്ത് വണ്ടികൾ കടന്നു പോകുന്നത്. ബാക്കി എല്ലാ തവണയും സ്പീഡ് എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാളും താഴെയായിരിക്കും. സോ 30th hour ആണ് കറക്റ്റ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ കോമ്പാക്ഷൻ ടെസ്റ്റ്, if the compacting effort is increased, it will result in?
എന്താ സംഭവിക്കുന്നത്? കോമ്പാക്ഷൻ ടെസ്റ്റിനകത്ത് നമ്മൾ കർവ് പഠിച്ചാണ്. കോമ്പാക്ഷൻ കർവിൽ നമ്മൾ കോമ്പാക്ഷൻ എഫക്റ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? മാക്സിമം ഡ്രൈ ഡെൻസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു? അതുപോലെ തന്നെ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്ത് സംഭവിക്കുന്നു? യെസ്, ഓപ്ഷൻ സി ആണ്. നമുക്ക് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഓപ്ഷൻ സി ആണ്. മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, അതിനനുസരിച്ച് എന്ത് പറ്റുന്നു? നമുക്ക് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് കുറയും. Next question, a change that takes place during the process of consolidation of a saturated clay would include. ഒരു സാച്ചുറേറ്റഡ് ക്ലേയുടെ കൺസോൾട്ടേഷന്റെ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പ്രോസസ് ഓഫ് കൺസോളിഡേഷൻ. ശരിക്കും കൺസോൾട്ടേഷൻ എന്താണെന്ന് അറിയാമെങ്കിൽ നമുക്ക് ഇത് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. പോർ വാട്ടർ പ്രഷർ നമുക്ക് ഡെസിപ്പേറ്റ് ചെയ്ത് പോവാണ്, അതായത് പോർ വാട്ടർ പ്രഷർ കുറഞ്ഞു. അപ്പൊ നമുക്ക് എഫക്റ്റീവ് പ്രഷർ സിഗ്മ ഡാഷ് ഇസ് ഈക്വൽ ടു ടോട്ടൽ പ്രഷർ മൈനസ് പോർ വാട്ടർ പ്രഷർ ആണ് എഫക്റ്റീവ് പ്രഷർ. നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? കൺസോൾട്ടേഷനിൽ നമ്മുടെ പോർ വാട്ടർ പ്രഷർ ഡെസിപ്പേറ്റ് ചെയ്ത് 0 ആണ്, അതായത് ഈ വാല്യൂ കുറഞ്ഞു വരികയാണ്, അതായത് ഡിക്രീസ് ഇൻ പോർ വാട്ടർ പ്രഷർ. പോർ വാട്ടർ പ്രഷർ കുറയുമ്പോൾ എന്ത് പറ്റും? നമ്മൾ ഒരു വലിയൊരു നമ്പറിൽ നിന്ന് ഒരു സാധനം കുറയ്ക്കുകയാണ്. ആ കുറയ്ക്കുന്ന എമൗണ്ട് കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ എഫക്റ്റീവ് സ്ട്രെസ് എന്ത് പറ്റും? അല്ലെങ്കിൽ എഫക്റ്റീവ് പ്രഷർ എന്ത് പറ്റും? കൂടും. സോ പോർ വാട്ടർ പ്രഷർ കുറയുകയും അതുപോലെ തന്നെ എന്ത് പറ്റും? നമ്മുടെ എഫക്റ്റീവ് പ്രഷർ കൂടുകയും ചെയ്യും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, the viscosity and unit weight of a percolating fluid are reduced to 65% and 95% respectively due to the rise in temperature. If other things remain constant, the coefficient of permeability would be. വിസ്കോസിറ്റിയും യൂണിറ്റ് വെയിറ്റും നമുക്ക് 65%ഉം 95%ഉം റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി എന്ത് പറ്റും? സോ കെ ഈസ് പ്രപ്പോർഷണൽ ടു നമുക്ക് യൂണിറ്റ് വെയിറ്റും വിസ്കോസിറ്റിയാണ് തന്നിരിക്കുന്നത്. സോ ഗാമ ബൈ മ്യൂ, ഈ ഒരു റിലേഷൻ എടുത്താൽ മതി. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ആപ്പിലൊക്കെ ചെയ്തിട്ടുണ്ട്, ഇവിടെയും ചെയ്തിട്ടുണ്ട് റിവിഷനിൽ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. പറയണോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്? ആദ്യത്തെ കേസിൽ ഗാമ ബൈ മ്യൂ തന്നെ ഇടുക. സെക്കൻഡ് കേസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഗാമയ്ക്ക് എന്താ സംഭവിക്കുന്നത്? 95%ഉം വിസ്കോസിറ്റി 65%ഉം ആണ്. സോ ഗാമ point viscosity and unit weight of a percolating fluid are reduced to 65% and 95% respectively. ചെയ്താൽ യു വിൽ ഗെറ്റ് 1.46 എന്ന് വരും. അതായത് 1.46 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഇൻക്രീസ് ബൈ 46%. ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നമുക്ക് ഇതങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു 5 ക്വസ്റ്റിനും കൂടെ ഉള്ളൂ. The clay deposit of thickness 10 cm and void ratio 0.5 undergoes settlement and now its final void ratio is 0.2. The thickness of the settlement layer. Delta H by H is equal to delta E by 1 plus E naught. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഫ്രം ദിസ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഡെൽറ്റ എച്ച്. ഡെൽറ്റ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിഡ് റേഷ്യോയിലുള്ള ചേഞ്ച് ആണ്. സോ 0.5 മൈനസ് 0.2 0.3 ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ വോയിഡ് റേഷ്യോ 1.1 പ്ലസ് 0.5 1.5 ഇൻറ്റു എച്ചിൻ്റെ വാല്യൂ 10 സെൻറ്റിമീറ്റർ ആണ്. സോ ഇൻറ്റു 10 by 5 ഇൻറ്റു. So your answer is option C. Simple ആയിട്ട് കിട്ടുന്നതാണ്. Yes, C. Next question, repair and rehabilitation എന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ആണ്. The repair and rehabilitation of damaged or spalled concrete is done by removing. ഡാമേജ്ഡ് അല്ലെങ്കിൽ സ്പാൾഡ് കോൺക്രീറ്റിന്റെ റിപ്പയർ ആൻഡ് റീഹാബിലിറ്റേഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ ഇതിന്റെ ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? The repair and rehabilitation of damaged or spoiled concrete is done by. വേഗം പറഞ്ഞോളൂ, ടൈം ആയി, നമുക്ക് അത്യാവശ്യം ടൈം ആയെന്ന് തോന്നുന്നു കേട്ടോ. ഒരു 1-2 ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണ്, ലൂസ് കോൺക്രീറ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the structural concrete slab panels can be repaired by.
അത് കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ സ്ട്രക്ചറൽ കോൺക്രീറ്റ് സ്ലാബ് പാനൽസ് ക്യാൻ ബി റിപ്പയർഡ് ബൈ അറിയോ? ഇന്റേണൽ ബോണ്ടിങ് ആട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി സീലൻസ് ആർ ദർ യൂസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ അവൈലബിലിറ്റി അപ്പോൺ ദ സ്യൂട്ടബിലിറ്റി ഇൻ എ ഗിവൺ സിറ്റുവേഷൻ. ശരിക്കും 3 ടൈപ്പ് ഓഫ് സീലൻസ് ആണുള്ളത്. 3 ടൈപ്പ് ഓഫ് സീലൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, 3 ടൈപ്സ് ഓഫ് സീലൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനകത്ത് മാസ്റ്റിക് ആസ്ഫാൾട്ട് വരും, അതുപോലെ തെർമോപ്ലാസ്റ്റിക്സ് വരും, ഓക്കെ, പിന്നെ എപ്പോക്സീസ് വരും. എപ്പോക്സിയുടെ കുറച്ച് പാർട്ടുകളുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പറ്റുമെങ്കിൽ ഇത് കഴിഞ്ഞിട്ടൊന്ന് ഇത് വായിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് അതിന് ആക്ച്വലി ടൈം ഇല്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒന്ന് കുറച്ച് നീണ്ടുപോയി. ഞാൻ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നാളെ നമുക്ക് എത്ര ടൈം കിട്ടുമെന്ന് അറിയാത്തതുകൊണ്ട് ജസ്റ്റ് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേഗം തീർത്തു പോയതാണ്. ഓക്കെ, എക്സ്റ്റേണൽ ബോണ്ടിങ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. നമുക്ക് ഏകദേശം ക്വസ്റ്റ്യൻസ് അത്യാവശ്യം പറ്റുന്ന പോലെ നമുക്ക് 6 സെഷൻസ് കിട്ടിയിട്ടുണ്ട്. 6 സെഷൻസിലും 30 ക്വസ്റ്റ്യൻ എന്തായാലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ 40 സംതിങ് നമ്മൾ 50ഓളം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അത്യാവശ്യം നല്ല ഒരു റേഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. എക്സാം ലെവൽ ആണെങ്കിലും ഓവർസിയർ ലെവൽ ആണെങ്കിലും കുറെ ക്വസ്റ്റ്യൻസ് കണ്ട ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് എന്തായാലും എക്സാം ഹോളിൽ കിട്ടും. ഓക്കെ, അതുകൊണ്ട് ബി കോൺഫിഡൻറ്റ് വിത്ത് യുവർ സ്റ്റഡീസ്. കോൺഫിഡൻസോട് കൂടി എക്സാം നേരിടുക കേട്ടോ. ഒന്നും പേടിക്കാനില്ല. എന്തായാലും നമുക്ക് നല്ല റാങ്കോട് കൂടി റാങ്ക് ലിസ്റ്റിന്റെ മുകളിൽ എത്താൻ പറ്റും. നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ. നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് കണ്ടല്ലേ, ബാക്കി നിങ്ങൾ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പം നിങ്ങൾ വീണ്ടും കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടാവും. വെബിനാർ അറ്റൻഡ് ചെയ്ത് കുറച്ച് ചിലപ്പം എന്തെങ്കിലും 1-2 പോയിന്റ് പുതിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അറ്റ്ലീസ്റ്റ് 1-2 പോയിന്റ്സ് എങ്കിലും കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പം അതും നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആവട്ടെ. ഓക്കെ, അപ്പം നമുക്ക് നാളത്തെ സെഷനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ നമുക്ക് ഏർബൻ പ്ലാനിങ് ഒന്ന് ഫൈനൽ ടച്ചപ്പ് ചെയ്യാം. എന്തൊക്കെ ചോദിക്കും അതിനകത്ത്, എസ്പെഷ്യലി ആ ഒരു ലേക്ക് ഓബർസിയറിന്റെ കൺസെപ്റ്റുകളൊക്കെയാണ് കൂടുതലായിട്ട് നോക്കേണ്ടത്. അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. അതിൽ നിന്നൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരും. B7 കൺസെപ്റ്റ്, എസ്പെഷ്യലി ചണ്ഡീഗഡ്, നമ്മുടെ ഇന്ത്യക്കകത്ത് നടന്ന പ്ലാനിങ് ആണ് കൂടുതൽ വരാൻ സാധ്യത. അത് നിങ്ങൾ പറ്റുമെങ്കിൽ നമ്മുടെ ഗേറ്റിന്റെ ആർക്കിടെക്ചർ വരെ പേപ്പർ ഉണ്ടല്ലോ, അതിനകത്ത് ഒരു പേപ്പറിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് അവർ അതുപോലെ എടുത്ത് ഇപ്പൊ കഴിഞ്ഞ 2 എക്സാമിൽ ഇട്ടിരിക്കുന്നത്. പറ്റുമെങ്കിൽ അതൊന്ന് സെർച്ച് ചെയ്താൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടും. കോൺഫിഡൻസ് മച്ച് ഇൻക്രീസ് ബിഗ് ഹാറ്റ്സ്. താങ്ക് യു ഫോർ ദ ഫീഡ്ബാക്ക്. ശരിക്കും നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് വീണ്ടും നമുക്ക് സെഷൻസ് കണ്ടക്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു തരുന്ന സപ്പോർട്ട് ശരിക്കും അതാണ് ഏറ്റവും വേർത്ത് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ യൂസ്ഫുൾ ആണെന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യം മറക്കണ്ട. നമ്മുടെ BRക്കാരുടെ പ്ലാനിങ്ങിന്റെ പേപ്പറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് അതുപോലാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഗേറ്റ് പേപ്പേഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അതൊന്ന് കളക്ട് ചെയ്ത് 1-2 ക്വസ്റ്റ്യൻസ് അതുപോലെ പഠിച്ചു വെച്ചോളൂ. ചിലപ്പോൾ അതുപോലെ നമുക്ക് കിട്ടും. ഓക്കെ, സോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ ആൻഡ് ഗുഡ് നൈറ്റ്. നന്നായി പഠിച്ചോളൂ.